Hello friends, welcome to Xylem IAS. ഇന്ന് നമ്മുടെ 60-day പ്രോഗ്രാമിലെ റിവർ സിസ്റ്റം എന്ന ടോപ്പിക്കിന്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെനിൻസുലാർ റിവേഴ്സ് ആണ്. നമുക്കറിയാം റിവർ സിസ്റ്റം എന്ന ടോപ്പിക്ക് UPSC എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവർ സിസ്റ്റം എന്ന ടോപ്പിക് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും UPSC പ്രിലിംസ് ഇറക്കിയിട്ടില്ല. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പെനിൻസുലാർ റിവേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെനിൻസുലാർ റിവേഴ്സിനെ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ എന്നും രണ്ട് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ എന്നും. നമ്മൾ ആദ്യം പഠിക്കുന്നത് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ആണ്. അതിനുശേഷം നമ്മൾ ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ആർ ഡ്രെയിനിങ് ഇൻ ടു. അവരെങ്ങോട്ടേക്കാണ് ഡ്രെയിൻ ചെയ്യുന്നത്? അറേബ്യൻ സീലോട്ടാണ്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ആർ ഡ്രെയിനിങ് ഇൻ ടു അറേബ്യൻ സീ എന്നാണ്. പക്ഷെ പകരം UPSC നമ്മളോട് പറയുകയാണ് ഓൾ ഓഫ് ദ പെനിൻസുലാർ റിവേഴ്സ് ആർ ഡ്രെയിനിങ് ഇൻ ടു അറേബ്യൻ സീ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലൂണി റിവർ നിങ്ങളൊന്ന് നോക്കൂ. ലൂണി റിവർ എവിടെ വരെ എത്തുന്നില്ല? അറേബ്യൻ സീ വരെ എത്തുന്നില്ല. അത് റാൻ ഓഫ് കച്ചിൽ വെച്ച് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. മോസ്റ്റ് ഓഫ് ദ പെനിൻസുലാർ റിവേഴ്സും അറേബ്യൻ സീലോട്ടാണ് ചെല്ലുന്നത്. അതിനർത്ഥം എല്ലാ പെനിൻസുലാർ റിവേഴ്സും അറേബ്യൻ സീയിൽ എത്തുന്നു എന്നതല്ല. ഇനി കമ്പയറിംഗ് ടു ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അല്ലെങ്കിൽ കമ്പയറിംഗ് ടു ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഹാവ് ഷോർട്ടർ കോഴ്സ്. അതായത് അതിന് നീളം കുറവാണ്. അതായത് ബേ ഓഫ് ബംഗാളിലോട്ട് ഒഴുകുന്ന നദികൾ അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളെക്കാളും നീളം കുറവാണ് ആർക്ക്? വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന്. ഇനി സ്പീഡ് എങ്ങനെയാണ്? സ്പീഡ് കൂടുതലാണ്. ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിനേക്കാളും സ്പീഡ് കൂടുതലാണ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിന്. കാരണം വെസ്റ്റേൺ സൈഡിൽ ഇന്ത്യയുടെ കുത്തനെ സ്ലോപ്പാണ്, ഈസ്റ്റേൺ സൈഡിൽ ഗ്രാജുവൽ സ്ലോപ്പാണ്. അതായത് ഇന്ത്യൻ പെനിൻസുല വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ടിൽട്ട് ചെയ്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ പെനിൻസുല വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ടിൽട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സിന് സ്പീഡ് കൂടുതൽ ആണ്. അവിടെ കുത്തനെയുള്ള ചെരിവാണ്. ഇനി സെഡിമെന്റ്സ് എങ്ങനെയാണ്? നീളം കുറവാണെങ്കിൽ റിവറിൽ സെഡിമെന്റ്സ് കുറവായിരിക്കും. അതിന് നീളം കുറവാണെങ്കിൽ സെഡിമെന്റ്സ് കുറവാണ്. സെഡിമെന്റ്സ് കുറവായതുകൊണ്ട് തന്നെ ഇത്തരം നദികൾ ഡെൽറ്റ ഫോം ചെയ്യില്ല. പകരം അവർ മെയിൻലി ഫോം ചെയ്യുക എസ്റ്റുറീസ് ആണ്. മേജർലി ഈ നദികൾ എസ്റ്റുറീസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഏതൊക്കെ റിവേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒരുപാടുണ്ട്. പക്ഷെ അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന നദികൾ എന്ന് പറയുന്നത് ലൂണി, സബർമതി, മാഹി, നർമ്മദ, തബി, ഈ നദികളാണ്. അപ്പോൾ ഈ നദികളുടെ അറേഞ്ച്മെന്റ് പഠിക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. നമ്മളോട് ചിലപ്പോൾ തന്നിരിക്കുന്ന വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന് നോർത്ത് ടു സൗത്ത് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൂണി റിവർ ആണ്. ലൂണി കഴിഞ്ഞ് സബർമതി, സബർമതി കഴിഞ്ഞ് മാഹി, മാഹി കഴിഞ്ഞ് നർമ്മദ, നർമ്മദ കഴിഞ്ഞാണ് തബി അല്ലെങ്കിൽ താപ്തി റിവർ. അപ്പോൾ ഈ ഓർഡർ പഠിച്ചു വെച്ചോളണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഓർഡർ നോർത്ത് ടു സൗത്ത് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. ഇനി നമുക്ക് ഓരോ നദികളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് റിവർ നർമ്മദ റിവർ ആണ്. എന്താണ് നർമ്മദ റിവറിന്റെ പ്രത്യേകത? നർമ്മദ റിവറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവറാണ്. ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ. ഇനി മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നർമ്മദയല്ല, അത് ഇൻഡസ് ആണ്. ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് എന്ന് ചോദിച്ചാൽ ഇൻഡസ് ആണ്. ഇനി ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ ഗോദാവരിയാണ്. ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഗോദാവരിയാണ്. പക്ഷേ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ നർമ്മദയാണ്. അപ്പോൾ അത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഇൻഡസ്, ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഗോദാവരി, ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ നർമ്മദ. ഇനി നർമ്മദയുടെ പേരാണ് രേവ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്
രേവ റിവർ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നദികളും അവരുടെ അപരനാമങ്ങളും ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ നോക്കി വെച്ചോ, രേവ റിവർ നർമ്മദ റിവർ ആണ്. ഇനി നർമ്മദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നർമ്മദ ഉത്ഭവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, അമർകണ്ടക് പ്ലേറ്റുവിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അമർകണ്ടക് പ്ലേറ്റുവിൽ നിന്നാണ്. അപ്പോൾ അമർകണ്ടക് പ്ലേറ്റുവിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ റേഡിയൽ പാറ്റേൺ ഓഫ് റിവർ. അതായത് റേഡിയൽ പാറ്റേൺ ഓഫ് ഫ്ലോക്ക് എക്സാമ്പിൾ ആണ് അമർകണ്ടക്. റേഡിയൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോമൺ എലവേഷനിൽ നിന്ന് ഒന്നിലധികം നദികൾ ഉത്ഭവിക്കുന്നതിനെയാണ് റേഡിയൽ പാറ്റേൺ എന്ന് പറയുക. അപ്പൊ അമർകണ്ടക് പ്ലേറ്റു റേഡിയൽ പാറ്റേണിന് ഉദാഹരണമാണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, അമർകണ്ടക് പ്ലേറ്റുവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ഏതൊക്കെ? ദ റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം അമർകണ്ടക് പ്ലേറ്റു. അമർകണ്ടക് പ്ലേറ്റുവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് 3 എണ്ണമാണ്. നോക്കി വെച്ചോ, പരീക്ഷയ്ക്ക് കിട്ടും. അതിൽ വരുന്നതാണ് നർമ്മദ. തബി വരില്ല, സോൺ ആണ്. എല്ലാവരും തബിയാണ് പറയുക, തബി അല്ല, നർമ്മദ, സോൺ ആൻഡ് ജൊഹില്ല. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമർകണ്ടകിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് ചോദിക്കും. 3 റിവേഴ്സ് ആണ്, നർമ്മദ, സോൺ, ജൊഹില്ല. അമർകണ്ടക് എന്തിന് എക്സാമ്പിൾ ആണ്? റേഡിയൽ പാറ്റേൺ എക്സാമ്പിൾ ആണ്. ഇനി അമർകണ്ടകിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് നമ്മുടെ വിന്ധ്യ സത്പുര മലനിരകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലം കൂടെയാണ് അമർകണ്ടക്. വിന്ധ്യ സത്പുര മലനിരകൾ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അമർകണ്ടക്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ നർമ്മദ റിവർ കാണാം. അമർകണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന നർമ്മദ റിവർ വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നു. എവിടെയാണ് ഒഴുകുന്നത്? വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെയാണ് ഒഴുകുന്നത്. അങ്ങനെ വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഇവർ ഒഴുകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെന്താണ്? ഇതൊരു റിഫ്റ്റ് വാലി റിവർ ആണ്. ഇതൊരു റിഫ്റ്റ് വാലി റിവറാണ്. അപ്പൊ നർമ്മദ ഒരു റിഫ്റ്റ് വാലി റിവർ ആണ്. ഇനി വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകി ഇത് എവിടെയാണ് ചെന്ന് ചേരുന്നത്? ഗൾഫ് ഓഫ് കമ്പത്തിലാണ് ചെന്ന് ചേരുന്നത്. ഗൾഫ് ഓഫ് കമ്പത്ത് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ക്യാമ്പ്. ഇനി ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാം. ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത്? നർമ്മദ 4 സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്. ഒന്ന് ഛത്തീസ്ഗഡ്, ദെൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഏതൊക്കെ സ്റ്റേറ്റുകളാ? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പൊ അമർകണ്ടകിൽ നിന്ന് ഉത്ഭവിച്ച് വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകി ഗൾഫ് ഓഫ് കമ്പത്തി ചെന്ന് ജോയിൻ ചെയ്യുന്നു. 4 സ്റ്റേറ്റുകളിലൂടെയാണ് ഒഴുകുന്നത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത് ഇതിന്റെ ട്രിബ്യൂട്ടറീസാ. ഇതിന്റെ ട്രിബ്യൂട്ടറീസിൽ വരുന്ന ആൾക്കാരാണ് ഹിരൺ, ഒർസാങ്, ബർണ, കോലാർ. ഇതിൽ എന്തൊക്കെ മറന്നാലും നിങ്ങൾ ഹിരണും ഒർസാങ്ങും മറക്കരുത്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള. നർമ്മദയുടെ 2 പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ഹിരണും ഒർസാങ്ങും. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നർമ്മദയിൽ വരുന്ന വാട്ടർഫോൾ. ഇനി UPSC വാട്ടർഫോൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? UPSC വാട്ടർഫോൾ ചോദിക്കും, അതിരിക്കുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് ചോദിക്കും, ഇനി അത് ഇരിക്കുന്ന റിവർ ചോദിക്കും. അപ്പം നിങ്ങൾ ഒരു വാട്ടർഫോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, അത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് റീജിയനിലാണ്. 2, അതിലെ റിവർ ഏതാണ്, റിവർ ഏതെങ്കിലും പ്ലേറ്റ്യൂലാണെങ്കിൽ അത് പഠിച്ചോളണം. അപ്പോൾ നർമ്മദ റിവറിൽ വരുന്ന വാട്ടർഫോൾ ആണ് ദുവാന്തർ വാട്ടർഫോൾ. അത് ജബൽപൂരാണ്. മധ്യപ്രദേശിലെ ജബൽപൂരാണ് ദുവാന്തർ വാട്ടർഫോൾ. നർമ്മദ റിവറിലാണ്. അപ്പൊ ദുവാന്തർ വാട്ടർഫോൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള വേറൊരു വാട്ടർഫോൾ ഉണ്ട്, ദൂദ് സാഗർ. പറയുമ്പോൾ ഏകദേശം ഒരുപോലെയാണ്, ദുവാന്തറും ദൂദ് സാഗറും. ദൂദ് സാഗർ വാട്ടർഫോൾ ഗോവയിലാണ്, മാന്തോവി റിവറിലാണ്. അപ്പൊ അത് മറക്കണ്ട, ഇത് രണ്ടും പരീക്ഷയ്ക്ക് മാറിപ്പോ. ദൂദ് സാഗർ ഗോവയിൽ മാന്തോവി റിവറിലാണ്. ദുവാന്തർ നർമ്മദയിലാണ്, അത് മധ്യപ്രദേശിലെ ജബൽപൂരാണ്. ഇനി ഇവിടെ വരുന്ന ഡാംസും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക. ഡാംസ് ചോദിക്കും, റിവർ ചോദിക്കും, സ്റ്റേറ്റ് ചോദിക്കും. പൊതുവേ നമ്മൾ ഡാമും റിവറും പഠിക്കും, പക്ഷെ സ്റ്റേറ്റ് പഠിക്കില്ല. പക്ഷെ സ്റ്റേറ്റ് പഠിക്കണം. നർമ്മദയിലുള്ള ഡാമാണ് ഇന്ദിരാസാഗർ ഡാമും സർദാർ സരോവർ ഡാമും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയുടെ അയേൺ ലേഡിയാണ് ഇന്ദിരാഗാന്ധി. അയേൺ മെൻ ആണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇന്ത്യയിലെ അയേൺമാനും അയേൺ ലേഡിയും കൂടെ നർമ്മം പറയുകയാണ് എന്ന് ഓർക്കുക. ഓക്കെ, ഇന്ത്യയുടെ അയേൺമാനായ സർദാർ വല്ലഭായ് പട്ടേലും അയേൺ ലേഡിയായ
ആര് ഇന്ദിരാഗാന്ധിയും നർമ്മം പറയുന്നു. അപ്പൊ നർമ്മദ റിവറിലുള്ള ഡാമാണ് ഇന്ദിരാസാഗറും സർദാർ സരോവറും. നോക്കി വെച്ചോ, ഇന്ദിരാസാഗർ മധ്യപ്രദേശിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആ. ഇന്ദിരാസാഗർ മധ്യപ്രദേശിലാണ്, സർദാർ സരോവർ ഗുജറാത്തിലാണ്. സർദാർ സരോവർ ഗുജറാത്തിലും ഇന്ദിരാസാഗർ മധ്യപ്രദേശിലും, മറക്കരുത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കൻഹ നാഷണൽ പാർക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മധ്യപ്രദേശിൽ വരുന്ന നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. ആ മധ്യപ്രദേശിലുള്ള കൻഹ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന രണ്ട് നദികളാണ് ഹാലുണും ബാഞ്ചറും. കൻഹ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന രണ്ട് നദികളാണ് ഹാലുൺ ആൻഡ് ബാഞ്ചർ. ഇത് രണ്ടും നർമ്മദ റിവറിന്റെ ട്രിബ്യൂട്ടറീസാ. ആരുടെ ട്രിബ്യൂട്ടറി? നർമ്മദയുടെ ട്രിബ്യൂട്ടറീസാ. ഇനി നർമ്മദ റിവർ കടന്നു പോകുന്ന സിറ്റീസ് പരീക്ഷയ്ക്ക് ചോദിക്കും. റിവറും സിറ്റിയും സ്ഥിരം ക്വസ്റ്റ്യനാ. ഇനി ആ സിറ്റിയിൽ വല്ല ടെമ്പിളിനടുത്തേക്കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇതിൽ വരുന്ന സിറ്റീസ് ആണ് ഏതൊക്കെ? ജബൽപൂര്, ഓംകാരേശ്വർ, ബാറൂച്ച്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൽ ഓംകാരേശ്വർ ടെമ്പിൾ ഇതിനു മുമ്പത്തെ പരീക്ഷകളിൽ ഓംകാരേശ്വർ ടെമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റീസ്, നർമ്മദ കടന്നു പോകുന്ന സിറ്റീസ് ആണ് ജബൽപൂർ, ഓംകാരേശ്വർ, ബാറൂച്ച്. അപ്പോൾ ഓംകാരേശ്വർ ടെമ്പിളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി അടുത്തതാണ് തബി റിവർ. തബി റിവറിനെ തന്നെയാണ് നമ്മൾ താപ്തി റിവർ എന്ന് പറയുന്നത്. തബിയും താപ്തിയും ഒന്ന് തന്നെ. അപ്പോൾ ഈ നർമ്മദ റിവറും തബി റിവറും തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് നർമ്മദ റിവർ കാണുന്നുണ്ടോ? ഈ നർമ്മദ റിവറിന്റെ തൊട്ട് താഴെയായിട്ടാണ് തബി റിവർ ഒഴുകുന്നത്. ഇവർ രണ്ടുപേരും റിഫ്റ്റ് വാലി റിവേഴ്സാ. ഇവർ രണ്ടുപേരും ബേ ഓഫ് അറേബ്യൻ സീല ഗൾഫ് ഓഫ് ക്യാമ്പേല ചെന്ന് ചേരുന്നത്. അറേബ്യൻ സീല ഗൾഫ് ഓഫ് ക്യാമ്പേല ചെന്ന് ചേരുന്നത്. ഇവർ രണ്ടുപേരും റിഫ്റ്റ് വാലി റിവേഴ്സാണ്. രണ്ടുപേരും റിഫ്റ്റ് വാലി റിവർ ആണ്. രണ്ടുപേരും അറേബ്യൻ സീല എവിടെ ചെന്ന് ചേരുന്നത്? ഗൾഫ് ഓഫ് ക്യാമ്പയിലാണ് ചെന്ന് ചേരുന്നത്. രണ്ടും വെസ്റ്റ് ഫ്ലോയിങ് ആണ്. അപ്പോൾ നമ്മുടെ നർമ്മദ നദിയുടെ ട്വിൻ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് എന്നാണ് തബീനെ വിളിക്കുക. തബിക്ക് നർമ്മദയുടെ അത്രയും നീളമില്ല, അത് ശ്രദ്ധിച്ചാ. ആ പിക്ചർ നോക്കിക്കേ, നർമ്മദയുടെ അത്ര നീളം അതിനില്ല, പക്ഷെ ഏകദേശം നർമ്മദയ്ക്ക് പാരലൽ ആയിട്ടാണ് ഒഴുകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ വിളിക്കുന്നത് ട്വിൻ ഓർ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നാണ്. എന്താ വിളിക്കുക? ട്വിൻ ഓർ ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നാണ് നമ്മൾ തബി റിവറിനെ വിളിക്കുക. ഇനി തബി എവിടെ നിന്നാണ് ഉത്ഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുരാണങ്ങളിലൊക്കെ ആൾക്കാർ തപസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ തപസ് ചെയ്യുന്ന ആൾക്കാർ, ഈ പുരാണ സീരിയലിലൊക്കെ തപസ് ചെയ്യുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ തീയുടെ മുകളിൽ നിന്നായിരിക്കും തപസ് ചെയ്യുക, അല്ലെങ്കിൽ ആരോസ് ശരത്തിന്റെ മുകളിൽ നിന്നായിരിക്കും തപസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിരിക്കും തപസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ഒരാൾ തപസ് ചെയ്യാണ്. അയാളുടെ പുരയിൽ മുള്ള് വിരിച്ചിട്ടാണ് തപസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പുരയിൽ മുള്ള് വിരിച്ചിട്ടാണ് തപസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ തബി ഉത്ഭവിക്കുന്നത് മുൾട്ടായി റിസർവ് ഫോറസ്റ്റിൽ നിന്നാണ്. മുള്ള് വിരിച്ചിട്ട് എവിടെയാണ് ആ മുൾട്ടായി റിസർവ് ഫോറസ്റ്റ്? സത്പുര റേഞ്ചസിലെ മുൾട്ടായി റിസർവ് ഫോറസ്റ്റിൽ നിന്നാണ് തബി റിവർ ഉത്ഭവിക്കുന്നത്. ഇനി തബി ഒരു റിഫ്റ്റ് വാലി റിവർ ആണല്ലോ. തബി ഒരു റിഫ്റ്റ് വാലി റിവർ ആണ്. അപ്പോൾ തബി ഒഴുകുന്നത് ഏതൊക്കെ മലനിരകൾക്കിടയിലാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തബി ഒഴുകുന്നത് സത്പുര, അതുപോലെ തന്നെ അജന്ത, സത്മല റേഞ്ചസിനിടയിലാണ്. സത്പുര, അജന്ത, സത്മല റേഞ്ചസിനിടയിലാണ് ആരൊഴുകുന്നത്? തബി റിവർ ഒഴുകുന്നത്. അപ്പൊ നോക്കി വെച്ചോ, തബി റിവറിന്റെ മുകളിൽ സത്പുര റേഞ്ചസാ, താഴെ അജന്ത, സത്മല റേഞ്ചസ് ആണ്. ഇനി തബി റിവർ എവിടെ ചെന്നാ ചേരുന്നത്? നമ്മൾ കണ്ടു, ഗൾഫ് ഓഫ് ക്യാമ്പയിലാണ് ചെന്ന് ചേരുന്നത്. ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് തബി റിവർ ഒഴുകുന്നത്? തബി റിവർ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. 3 സംസ്ഥാനങ്ങൾ. നമ്മൾ നർമ്മദ പഠിച്ചത് 4 സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ് 4 സംസ്ഥാനങ്ങൾ? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇവിടേക്ക് വരുമ്പോൾ 3 സംസ്ഥാനങ്ങളാണ്. ഛത്തീസ്ഗഡ് ഇല്ല, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി ഇവരുടെ ട്രിബ്യൂട്ടറീസ് ആണ് ഗിർന, ഗോമൈ, അരുണാവതി, അനർ. ആരൊക്കെയാണ്? ഗിർന, ഗോമൈ, അരുണാവതി, അനർ. ഇനി ഇതിൽ വരുന്ന 2 ഡാമുകളുണ്ട്. ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, UPSC കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഡാം, അതിരിക്കുന്ന സ്റ്റേറ്റ്, റിവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിച്ചോളുക. ഈ തബി റിവറിലുള്ള ഡാമാണ്
ഉക്കായി ഡാം, അത് ഗുജറാത്തിലാണ്, പഠിച്ചോളുക. ഉക്കായി ഡാം ഗുജറാത്തിലാണ്. അതുപോലെ ഹാത്തൂർ ഡാം, അത് മഹാരാഷ്ട്രയിലാണ്. ഹാത്തൂർ ഡാം മഹാരാഷ്ട്രയിലാണ്. ഹാത്തൂർ ആൻഡ് ഉക്കായി 2 ഡാംസ് ആണ് തബി റിവറിൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നാഷണൽ വാട്ടർവേ 100 തബി റിവറിലാണ്. അത് ഇപ്പം നമ്മൾ പഠിച്ച ഹാത്തൂർ ഡാം തുടങ്ങി എവിടെ വരെയാണ്? ഗൾഫ് ഓഫ് ക്യാമ്പെ വരെയാണ്. ഹാത്തൂർ ഡാം തുടങ്ങി ഗൾഫ് ഓഫ് ക്യാമ്പെ വരെയാണ് നാഷണൽ വാട്ടർവേ 100 തബിയിലാണ്. അപ്പോൾ അത് നോക്കിക്കൊള്ളുക. ഇനി തബിയുടെ തീരത്തിരിക്കുന്ന സിറ്റിയാണ് സൂററ്റ്. സൂററ്റ് എന്ന സിറ്റി ഇരിക്കുന്നത് തബി റിവറിന്റെ തീരത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തബീനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. തബി അല്ലെങ്കിൽ താപ്തി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരാൾ പുരയിൽ മുള്ളു വിരിച്ചിട്ടാണ് തപസ് ചെയ്യുന്നത്. അപ്പോൾ മുൾട്ടായ് റിസർവ് ഫോറസ്റ്റ് ഇൻ സത്പുര. ഇനി അതിന്റെ പ്രത്യേകത എന്താ? വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ. ഇതും എന്ത് റിവർ തന്നെയാണ്? റിഫ്റ്റ് വാലി റിവർ ആണ്. ഇനി ഏതൊക്കെ റിഫ്റ്റ് വാലീസിന്റെ ഇടയിൽ ഒഴുകുന്നത്? സത്പുരയാണ് നോർത്തില്, സൗത്തില് അജന്ത സത്മല ഹിൽസ്. ഇനി 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്: മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഡാമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഉക്കായ്, ഹാത്തൂർ. അതിൽ ഹാത്തൂർ ഡാം തുടങ്ങി ഗൾഫ് ഓഫ് ക്യാമ്പെ വരെയാണ് നാഷണൽ വാട്ടർവേ 100 ഇരിക്കുന്നത്. ട്രിബ്യൂട്ടറീസ് ഗിർന, ഗോമൈ, അരുണാവതി, അനർ. ഇനി സിറ്റി സൂററ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് മാഹി റിവർ. മാഹി റിവറിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന ഇന്ത്യയിലെ നദി, അത് മാഹി റിവർ ആണ്. ഇതിനു മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട് ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദി. ഇക്വേറ്ററിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്നത് കോങ്കോ റിവർ ആണ്, അത് ആഫ്രിക്കയിലാണ്, കോങ്കോ റിവർ. അതുപോലെ ഇന്ത്യയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ കട്ട് ചെയ്ത് ഒഴുകുന്ന നദിയാണ് മാഹി റിവർ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നർമ്മദയുടെ തൊട്ടു മുകളിലാണ് വിന്ധ്യൻ റേഞ്ചസ് ഇരിക്കുന്നത്. ഈ വിന്ധ്യൻ റേഞ്ചസിൽ നിന്നാണ് ഇവർ ഉത്ഭവിക്കുന്നത്. കണ്ടോ, വിന്ധ്യൻ റേഞ്ചസിൽ നിന്നാണ് മാഹി റിവർ ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ വിന്ധ്യൻ റേഞ്ചസിൽ നിന്ന് ഉത്ഭവിച്ച് രാജസ്ഥാൻ വഴി ഒഴുകി ഗുജറാത്ത് വഴി ഒഴുകി ഗൾഫ് ഓഫ് ക്യാമ്പയിൽ ചെന്ന് ജോയിൻ ചെയ്യും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് രാജസ്ഥാൻ വഴി കയറി ഗുജറാത്തിലൂടെ ഗൾഫ് ഓഫ് ക്യാമ്പെ ചെന്ന് കയറും. 3 സംസ്ഥാനങ്ങളിലാണ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. അപ്പം നമ്മളോട് ഇവിടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, മാഹി റിവർ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വെച്ചിട്ടാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ കട്ട് ചെയ്യുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വെച്ചിട്ടാ? മധ്യപ്രദേശിലും ഗുജറാത്തിലും. ഇമ്പോർട്ടൻ്റാ. മധ്യപ്രദേശിലും ഗുജറാത്തിലും വെച്ചിട്ടാണ് മാഹി റിവർ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, 3 സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ 3 സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇങ്ങനെ ഇരിക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിവർ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു കാര്യം, അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഇതാണ് ഗൾഫ് ഓഫ് ക്യാമ്പെ. ഈ ഗൾഫ് ഓഫ് ക്യാമ്പയിലോട്ട് 4 നദികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ഗൾഫ് ഓഫ് ക്യാമ്പയിലോട്ട് ജോയിൻ ചെയ്യുന്നത്? തബി, നർമ്മദ, മാഹി, സബർമതി. അപ്പൊ 4 നദികളും ചെന്ന് ചേരുന്നത് ഗൾഫ് ഓഫ് ക്യാമ്പയിലോട്ടാണ്. ആരൊക്കെ? തബി, നർമ്മദ, മാഹി, അതുപോലെ തന്നെ സബർമതി. അപ്പോൾ ഈ 4 നദികളും ചെന്ന് ചേരുന്നത് ഗൾഫ് ഓഫ് ക്യാമ്പയിലോട്ടാണ്. ഇനി അടുത്ത നദിയാണ് സബർമതി. സബർമതി റിവർ അത് ഉത്ഭവിക്കുന്നത് ആരവല്ലി ഹിൽസിൽ നിന്നാണ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? ആരവല്ലിയിൽ നിന്നാണ്. ഇനി രാജസ്ഥാനിലെ ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്ത് വഴി ഗൾഫ് ഓഫ് ക്യാമ്പയിൽ ചെന്ന് ചേരും. ഓക്കെ, രാജസ്ഥാനിലെ ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്ത് വഴി ഒഴുകി ഗൾഫ് ഓഫ് ക്യാമ്പയിൽ ചെന്ന് ചേരും. ഇതിന്റെ തീരത്തിരിക്കുന്ന സിറ്റിയാണ് അഹമ്മദാബാദ്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കുക. അഹമ്മദാബാദാണ് ഇതിന്റെ തീരത്തിരിക്കുന്ന സിറ്റി. ഇനി സബർമതിയിൽ വരുന്ന ഡാമാണ് ദരോയ് ഡാം, ഗുജറാത്തിലാണ്. ദരോയ് ഡാം ഇൻ ഗുജറാത്ത്. ഇനി അടുത്തതാണ് ലൂണി റിവർ. ലൂണി റിവർ ആണ് നമ്മൾ പഠിക്കുന്നതിലെ ലാസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ. ലൂണി റിവറിന്റെ പ്രത്യേകത എന്താ? അതൊരു എഫീമെറൽ റിവറാണ്. എഫീമെറൽ റിവർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം കാണും, ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ ആ റിവർ കാണില്ല. സീസണൽ റിവറാണ്. ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം കാണും, അത് കഴിഞ്ഞാൽ കാണില്ല. കാരണം ഇത് ഇന്ത്യയിലെ താർ ഡെസേർട്ടിലൂടെയാണ് ഒഴുകുന്നത്. കാരണം ലൂണി റിവർ ഒഴുകുന്നത് ഇന്ത്യയിലെ താർ ഡെസേർട്ടിലൂടെയാണ്. ഇത് ഉത്ഭവിക്കുന്നത് ആരവല്ലിയിലെ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. നിങ്ങൾ പുഷ്കർ മേളയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താ പുഷ്കർ മേള?
എന്താ പുഷ്കർ മേള? ക്യാമൽ ഫെസ്റ്റിവൽ ആണ്. ക്യാമൽ ഫെസ്റ്റിവൽ ആണ് പുഷ്കർ മേള. അപ്പോൾ ലൂണി റിവർ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്, ആരവല്ലിയിലെ. ഇത് ഉത്ഭവിക്കുമ്പോൾ സാഗർമതി എന്ന പേരിലാണ് അറിയപ്പെടുക. പിന്നീട് കുറച്ചു ദൂരം കഴിയുമ്പോൾ സരസ്വതി റിവറുമായി ജോയിൻ ചെയ്യുമ്പോഴാണ് ഇതിന്റെ പേര് എന്തായി മാറുന്നത്? ലൂണി എന്നായി മാറുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും സാഗർമതി എന്നറിയപ്പെടുന്ന നദി, നമ്മൾ നേരത്തെ പഠിച്ചു. റേവ എന്നറിയപ്പെടുന്ന നദി ആരാണ്? റേവ, നർമ്മദ. അതുപോലെ സാഗർമതി എന്നറിയപ്പെടുന്ന നദിയാണ് ലൂണി റിവർ. അത് അതിന്റെ ട്രിബ്യൂട്ടറി ആയ സരസ്വതിയുമായി ചേരുമ്പോഴാണ് അതിന്റെ പേര് ലൂണി എന്നാവുന്നത്. ഇനി ലൂണി റിവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അത് അറേബ്യൻ സീ വരെ എത്തുന്നില്ല. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, റാൻ ഓഫ് കച്ചിൽ വെച്ചിട്ട് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ റാൻ ഓഫ് കച്ചിൽ വെച്ച് മാർഷി റീജിയനിൽ വെച്ച് ലൂണി റിവർ ഇല്ലാതെയാവും. ഇനി ലൂണി റിവറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സോൾട്ട് റിവർ. എന്തുകൊണ്ടാണ് സോൾട്ട് റിവർ എന്ന് വിളിക്കുന്നതെന്നറിയോ? ബലോത്ര എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ ഇത് സോൾട്ട് വാട്ടർ ആവും. കാരണം ലൂണി റിവർ പുഷ്കറിൽ നിന്ന് തുടങ്ങുമ്പോൾ ഫ്രഷ് വാട്ടർ റിവർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അത് താർ ഡെസേർട്ടിലൂടെയാണ് ഒഴുകുന്നത്. ഡെസേർട്ടിലെ മണ്ണിൽ ലവണാംശം അല്ലെങ്കിൽ സോൾട്ട് കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ ഒരു റിവർ ഒരുപാട് ദൂരം ഈ ഡെസേർട്ടിലൂടെ ഒഴുകി കഴിയുമ്പോൾ ഡെസേർട്ടിലെ സോൾട്ട് പാർട്ടിക്കിൾസ് ആ റിവറിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസോൾവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ റിവർ സ്ലോലി ആൽക്കലൈൻ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ സോൾട്ട് റിവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൂണി റിവർ ഉത്ഭവിക്കുന്നത് ആരവല്ലിയിലെ പുഷ്കറിൽ നിന്നാണ്. ഈ റിവറിന്റെ പ്രത്യേകത ഇത് എഫീമെറൽ റിവർ ആണ്. അതായത് കുറച്ച് നാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല, വീണ്ടും തിരിച്ചു വരും. സീസണലി പ്രത്യക്ഷപ്പെടുന്ന റിവറാണ്. ഇന്ത്യയിലെ താർ ഡെസേർട്ടിലൂടെയാണ് ഒഴുകുന്നത്. തുടങ്ങുമ്പോൾ സാഗർമതി എന്നറിയപ്പെടുന്നു. പിന്നീട് സരസ്വതി എന്ന ട്രിബ്യൂട്ടറിയെ സ്വീകരിച്ചതിന് ശേഷം ഇതിന്റെ പേര് ലൂണി എന്നായി മാറും. നമ്മൾ പറഞ്ഞു ഈ റിവർ അറേബ്യൻ സീ വരെ എത്തുന്നില്ല, റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതായത് റാൻ ഓഫ് കച്ചിലെ മാർഷ് ലാൻഡ്സിൽ ചെന്നാണ് അത് എൻഡ് ചെയ്യുന്നത്. ഇനി സോൾട്ട് റിവർ എന്നറിയപ്പെടുന്നുണ്ട്, കാരണം ബലോത്ര എന്ന റീജിയനിലൂടെ ഒഴുകുന്നത് കൊണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ കുറിച്ച്. അപ്പൊ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ ഡാമുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിറ്റീസ് പറഞ്ഞിട്ടുണ്ട്, നാഷണൽ പാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം നദികളും ഈസ്റ്റിലോട്ടാണ് ഒഴുകുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം നദികളും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ഒഴുകുന്നത്? അതിന് കാരണം ലാൻഡിന്റെ ചരിവാണ്. അതായത് പെനിൻസുലാർ ഇന്ത്യ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മേജർ റിവേഴ്സ് എല്ലാം തന്നെ പെനിൻസുലാർ റിവേഴ്സ് എല്ലാം തന്നെ ഈസ്റ്റിലോട്ട് ഒഴുകുന്നത്. കാരണം അവർ പെനിൻസുലാർ പ്ലേറ്റ് ഈസ് ടിൽറ്റഡ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി അതെപ്പോഴാണ് അങ്ങനെ ഈസ്റ്റിലോട്ട് ചരിഞ്ഞത്? കാരണം നമുക്കറിയാം യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ചെയ്തു. ആ കൊളീഷന്റെ ഇമ്പാക്റ്റ് കൊണ്ടാണ് ഇന്ത്യൻ പ്ലേറ്റ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ചരിഞ്ഞത്. അതിനുള്ള എവിഡൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ പെനിൻസുലാർ റിവേഴ്സും ബേ ഓഫ് ബംഗാളിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനേക്കാളും ലെങ്ത് കൂടുതലാണ്. ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ സെഡിമെന്റ്സ് കൂടുതലാണ്. സെഡിമെന്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ അവർ ഡെൽറ്റ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അവർ ഗ്രാജുവൽ സ്ലോപ്പിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ സ്ലോവർ ദാൻ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനേക്കാളും സ്ലോവറാണ്. പക്ഷെ ലാർജ് ട്രിബ്യൂട്ടറി സിസ്റ്റം, ഇവരുടെ ട്രിബ്യൂട്ടറീസ് കൂടുതലാണ്. കാരണം എന്താ? ദേ ആർ ലോങ്ങർ റിവേഴ്സ്. നീളമുള്ള നദികളായതുകൊണ്ട് തന്നെ അവിടെ ട്രിബ്യൂട്ടറീസിന്റെ എണ്ണം കൂടുതലാണ്. ഇനി നമുക്ക് മേജർ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ പഠിക്കാനുള്ള നദികൾ നോക്കാം. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ 4 നദികളാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പൊ നമുക്ക് മഹാനദിയിൽ നിന്ന് തന്നെ തുടങ്ങാം. മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാനദി ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഒന്നില്ലെങ്കിൽ സിഹാവ തരും, അല്ലെങ്കിൽ റായ്പൂർ വരും. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്.
ഇനി ഈ ഒരു നദി ഭൂരിഭാഗം ഒഴുകുന്നതും ഒഡീഷയിലൂടെ. ഈ നദിയുടെ 47% കടന്നു പോകുന്നത് ഒഡീഷയിലൂടെയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നാണല്ലോ ഈ നദി ഉത്ഭവിക്കുന്നത്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു? എല്ലാ നദികളും ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നോക്കിക്കോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഛത്തീസ്ഗഡ് നിങ്ങൾ എടുക്കുക. ഛത്തീസ്ഗഡിന്റെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ നോക്കാം. ഛത്തീസ്ഗഡിന്റെ വെസ്റ്റിൽ ആരുണ്ട്? മധ്യപ്രദേശ്. ഈസ്റ്റിൽ ആരുണ്ട്? ഒഡീഷ. മുകളിൽ ആരുണ്ട്? ജാർഖണ്ഡ്. ഇനി അതിന്റെ വെസ്റ്റിലായിട്ട് മധ്യപ്രദേശ് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഉണ്ട്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഛത്തീസ്ഗഡ് ഇരിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിന്റെ നോർത്തിലാണ് ആര്? ജാർഖണ്ഡ്. ഈസ്റ്റിലാണ് ആര്? ഒഡീഷ. വെസ്റ്റിലാണ് ആര്? മധ്യപ്രദേശ്. അതിന്റെ താഴെയാണ് ആര്? മഹാരാഷ്ട്ര. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനദി ഒഴുകുന്നത്. ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഇനി ഈ നമ്മുടെ മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എടുത്തു പറയുകയാണ്, വളരെ കുറച്ച് നദികളുടെ മാത്രമേ നമുക്ക് ലെഫ്റ്റ് ബാങ്കും റൈറ്റ് ബാങ്കും പഠിക്കാനുള്ളൂ. അതുപോലെ വളരെ കുറച്ച് നദികളുടെ മാത്രമേ നമ്മൾ അറേഞ്ച്മെന്റ് പഠിക്കത്തുള്ളൂ. ട്രിബ്യൂട്ടറീസിനെ അറേഞ്ച് ചെയ്യാൻ. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗംഗാ റിവറിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിരുന്നു. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് നദികൾ മാത്രമേ അങ്ങനെ അറേഞ്ച്മെന്റിന് ചോദിക്കത്തുള്ളൂ. അതിലൊരു നദിയാണ് മഹാനദി. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് മഹാനദി. അപ്പോൾ ഈ മഹാനദി ഒഴുകുന്നത് ബേ ഓഫ് ബംഗാളിലോട്ട്, ഈ സൈഡിലോട്ടാ. മഹാനദിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് താഴെ നിന്ന് വരുന്ന നദികളാണ്. എന്നാൽ മഹാനദിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് മുകളിൽ നിന്ന് വരുന്ന നദികളാണ്. അപ്പോൾ മഹാനദിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസിന് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കും. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ഇത് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കി വെച്ചോ. അവരുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് സിയോനാഥ്, ഹസ്ദിയോ, മാന്ത്, ഇബ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പഠിക്കുക. ഒരു 3-4 തവണ പറഞ്ഞാൽ മതി. സിയോനാഥ്, ഹസ്ദിയോ, മാന്ത്, ഇബ്. എന്താണ്? സിയോനാഥ്, ഹസ്ദിയോ, മാന്ത്, ഇബ്. ഇതാണ് അതിന്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് സിയോനാഥ്, ഹസ്ദിയോ, മാന്ത്, ഇബ്. ഇത് വരാൻ ചാൻസ് കൂടുതല. ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ജോങ് ഓങ് ടെൽ. നമ്മൾ കിങ്ജോമുൻ എന്ന് പറയില്ലേ, അതേപോലെ ജോങ് ഓങ് ടെൽ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ജോങ് ഓങ് ടെൽ. അപ്പൊ ഇത് പഠിച്ചോളുക, കാരണം വെസ്റ്റ് ടു ഈസ്റ്റ് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ മഹാനദിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് സിയോനാഥ്, ഹസ്ദിയോ, മാന്ത്, ഇബ്. ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ജോങ് ഓങ് ടെൽ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് മഹാനദിയിലെ ഡാം. ഒരുപാട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് ഹിരാക്കുഡ് ഡാം. എന്തുകൊണ്ടാണ് ഹിരാക്കുഡ് ഡാം ഇത്രയേറെ ചോദിക്കപ്പെടുന്നത്? കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എർത്തൻ ഡാമാണ്. ഹിരാക്കുഡ്. അപ്പൊ ഹിരാക്കുഡ് ഒഡീഷയിലാണ്. ഹിരാക്കുഡ് ഡാം ഇരിക്കുന്ന മഹാനദിയിലാണ്. ഇനി പുരി എന്ന നഗരം, നമുക്കറിയാം പുരി ജഗന്നാഥ ടെമ്പിൾ, നിങ്ങൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ പഠിച്ചിട്ടുണ്ടാവും. അതിരിക്കുന്നത് മഹാനദിയുടെ മൗത്തിലാണ്. ഇനി ചോദിക്കാൻ വളരെ 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 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, തിക്രപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിരിക്കുന്നതും നമ്മുടെ മഹാനദിയിലാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് മഹാനദിയിൽ വരുന്നത്. ഒന്ന് ഹിരാക്കുഡ് ഡാം, പരീക്ഷയ്ക്ക് ചോദിക്കും. ലോങ്സ്റ്റ് എർത്തൻ ഡാം ഇൻ ദ വേൾഡ് ആണ്. പുരി ജഗന്നാഥ ടെമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പുരി എന്ന നഗരം ഇരിക്കുന്നത് മഹാനദിയുടെ തീരത്താണ്. അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയ തിക്രപ്പാറ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മഹാനദിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മഹാനദി ക്ലിയർ ആണല്ലോ. അടുത്തത് ഗോദാവരിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇന്ത്യയിലെ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ആണ് ഗോദാവരി. ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ഏതാ പിള്ളേരെ? ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ എന്ന് പറയുന്നത് ഗംഗയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ആരാ? അത് ഗോദാവരിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ നമുക്ക് ദക്ഷിണ ഗംഗ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ദക്ഷിണ ഗംഗ. കാരണം ദക്ഷിണേന്ത്യയിലെ ലാർജസ്റ്റ് റിവർ. കുറെ പേര് കാവേരി എന്ന് പറയും. കാവേരി തെറ്റാ. PSC പണ്ടെങ്ങാണ്ട് ഒരു തെറ്റ് ആൻസർ ഇട്ടതാണത്. തെറ്റാണ് കാവേരി. ശരി, ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ. ഇതിന്റെ പ്രത്യേകത, പെനിൻസുലാർ ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ആണ് ഗോദാവരി. അതുപോലെ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. മറ്റതാരാ? ഗംഗയാണ്. ഇനി എവിടെ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്? ഗോദാവരി ഉത്ഭവസ്ഥാനം പരീക്ഷയ്ക്ക് ചോദിക്കും. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രിയംബകേശ്വർ പ്ലേറ്റുവിൽ നിന്നാണ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ
ത്രിയംബകേശ്വർ പ്ലേറ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ നിങ്ങൾ ഈ വർഷം കുംഭമേളയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? കുംഭമേള കേട്ടതല്ലേ എല്ലാവരും? കുംഭമേള. അപ്പൊ കുംഭമേളയെ കുറിച്ച് നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് കുംഭമേള 4 സൈറ്റുകളിൽ നടക്കും. എവിടെയൊക്കെയാണ് കുംഭമേള നടക്കുന്നത്? കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? നമുക്കറിയാം ഹരിദ്വാർ. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മൾ മെൻഷൻ ചെയ്ത ഹരിദ്വാർ, അതുപോലെ തന്നെ പ്രയാഗ്രാജ്, ഉജ്ജയിൻ, പിന്നെ നാസിക്. അതിൽ നമുക്കറിയാം ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്താണ് നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഗംഗ പ്ലസ് യമുന, ഗംഗ യമുന പിന്നെ സരസ്വതിയും കൂടി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉജ്ജയിനിൽ ക്ഷിപ്ര റിവറിന്റെ തീരത്താണ്. നാസിക്കിൽ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനത്താണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, നിങ്ങൾക്ക് നാസിക്കിൽ പോയാൽ 3 കാര്യങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെയാണെന്നറിയോ? 1 ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം കാണാം, 2 നിങ്ങൾക്ക് കുംഭമേള കാണാം, 3 ഈശ്വരന്മാരെ കാണാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? അതായത് നാസിക്കിൽ പോയി കഴിഞ്ഞാൽ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം കാണാം, കുംഭമേള കാണാം, അതുപോലെ തന്നെ 3 ഈശ്വരന്മാരെ കാണാം. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഗോദാവരി ഉത്ഭവിക്കുന്നത് നാസിക്കിൽ നിന്നാണ്. 3 ഈശ്വരന്മാരെ കണ്ടൂടെ? ത്രിയംബകേശ്വർ പ്ലേറ്റിൽ നിന്ന്. ത്രിയംബകേശ്വർ, 3 ഈശ്വരന്മാർ, 3 ഈശ്വരന്മാർ ത്രിയംബകേശ്വർ പ്ലേറ്റുവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 3 ഈശ്വരന്മാരെ കാണാം. നാസിക്കിൽ പോകണം, ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം കാണാം. ഇനി നിങ്ങൾ ആ നാസിക്കിൽ പോകുന്നത് ട്രെയിനിലാന്ന് വിചാരിക്കുക. 2 ട്രെയിനാണ് ഇവിടെ നിന്നുള്ളത്, ശബരി എക്സ്പ്രസും ഇന്ദ്രാവതി എക്സ്പ്രസും. അങ്ങനെ ഓർക്കുക. അപ്പൊ അവിടെ വരുന്ന ട്രിബ്യൂട്ടറീസിൽ വരുന്നതാണ് ശബരിയും ഇന്ദ്രാവതി. ശബരി എക്സ്പ്രസും ഇന്ദ്രാവതി എക്സ്പ്രസും ആണ് അങ്ങോട്ട് പോകാനുള്ളതെന്നിരിക്കുക. അപ്പൊ ശബരി ഇന്ദ്രാവതിയാണ് 2 ട്രിബ്യൂട്ടറീസ്. ഇനി വേറെ ട്രിബ്യൂട്ടറീസ്, നമ്മൾ ഗോദാവരിനെ വിളിച്ച പേരെന്താ? ദക്ഷിണ ഗംഗ എന്ന. അപ്പൊ ഗംഗ പേരുള്ള 2 കാര്യങ്ങൾ, പെൻഗംഗ, വെയിൻഗംഗ. അപ്പോൾ ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ചോദിച്ചാൽ എളുപ്പം. 2 ട്രെയിൻ, നാസിക്കിൽ പോകാനുള്ള 2 ട്രെയിൻ. നാസിക്കിലാണ് ആരുടെ ഉത്ഭവം? ഗോദാവരിയുടെ. 3 ഈശ്വരന്മാരെ കാണാം. അപ്പൊ ത്രിയംബകേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പോകാൻ 2 ട്രെയിൻ ഉണ്ട്, ഇന്ദ്രാവതി, ശബരി. അപ്പൊ അതാണ് 2 ട്രിബ്യൂട്ടറി. അടുത്ത 2 ട്രിബ്യൂട്ടറി പെൻഗംഗ, വെയിൻഗംഗ. കാരണം എന്ത് പേരിലാണ് ഗോദാവരി അറിയപ്പെടുന്നത്? ദക്ഷിണ ഗംഗ. ഇനി ഇത് കൂടാതെ 3 ഈശ്വരന്മാരെ കാണുമ്പോൾ ശ്ലോകം ചെല്ലണം, മന്ത്രം ചെല്ലണം. അപ്പൊ ആ മന്ത്രമാണ് പൂർണ്ണവർദ്ധ പ്രൻഹിത മഞ്ജീര അല്ലെങ്കിൽ പൂർണ്ണവർദ്ധ പ്രവര മഞ്ജീര. അതെല്ലാം അതിൻ്റെ ട്രിബ്യൂട്ടറീസാ. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ പറയില്ലേ, അതുപോലെ പഠിച്ചാൽ മതി. പൂർണ്ണവർദ്ധ പ്രൻഹിത മഞ്ജീര അല്ലെങ്കിൽ പൂർണ്ണവർദ്ധ പ്രവര മഞ്ജീര, അതെല്ലാം അതിൻ്റെ ട്രിബ്യൂട്ടറീസാ. പൂർണ്ണ, വർദ്ധ, പ്രാൻഹിത, പ്രവര, മഞ്ജീര. അപ്പോൾ എന്താണ്? 2 ട്രെയിൻ, ഇന്ദ്രാവതി, ശബരി. ഇനി ഗംഗകള്, വെൻഗംഗ, പെൻഗംഗ. ഇനി നമ്മൾ പറഞ്ഞു ഒരു ശ്ലോകം, പൂർണ്ണ, വാർദ്ധ, പ്രൻഹിത, മഞ്ജീര. ഇനി ഗോദാവരി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിൽ കൂടെ ഒഴുകും എക്സെപ്റ്റ് കേരള, തമിഴ്നാടു. കേരള, തമിഴ്നാട് ഒഴിച്ച് ബാക്കി എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൂടെ ഒഴുകുന്നുണ്ട്. മഹാരാഷ്ട്ര തൊട്ടപ്പുറത്താരാ? മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ തൊട്ടപ്പുറത്താരാണ്? നമുക്കറിയാം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ തൊട്ടപ്പുറത്താരാ? ഒഡീഷയുടെ താഴെ ആരാണ്? ആന്ധ്രയുടെ ഇപ്പുറത്താരാ? തെലങ്കാനയുടെ ഇപ്പുറത്താരാ? കർണാടക പ്ലസ് പോണ്ടിച്ചേരി. ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ ഒഴുകുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് ഉണ്ട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, പോണ്ടിച്ചേരി. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ ആരൊഴുകുന്നുണ്ട്? നമ്മുടെ ഈ റിവർ, ഗോദാവരി റിവർ ഒഴുകുന്നുണ്ട്. ഇനി ഗോദാവരി റിവറിലുള്ള ഡാമാണ് ജയഗ്വാഡി ഡാം, മഹാരാഷ്ട്രയിലാണ്. അതുപോലെ വൈത്തരണ ഡാം. അപ്പൊ ഡാമുകൾ നോക്കി വെച്ച പിള്ളേരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡാമുകളാണ് ഗോദാവരിയിൽ വരിക, ജയഗ്വാഡിയും വൈത്തരണയും. 2ഉം മഹാരാഷ്ട്രയിലാണ്, ജയഗ്വാഡി ഡാം ആൻഡ് വൈത്തരണ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗോദാവരി. ഇപ്പൊ ഗോദാവരി എളുപ്പമുള്ളൂ. എവിടെന്നാ ഗോദാവരി ഉത്ഭവിക്കുന്നത്? 3 ഈശ്വരന്മാരെ കാണുന്ന സ്ഥലം ത്രിയംബകേശ്വർ, നാസിക്കിൽ നിന്നാണ്. അവിടെ പോയ കുംഭമേളയും കാണാം, ഈശ്വരന്മാരെയും കാണാം, ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം കാണാം. ഇനി ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? നമ്മൾ 2 ട്രെയിൻ, ശബരി, ഇന്ദ്രാവതി. പിന്നെ ഗംഗകള്, പെൻഗംഗ, വെയിൻഗംഗ. പിന്നെ ഒരു ശ്ലോകം, പൂർണ്ണ, വാർദ്ധ, പ്രൻഹിത, മഞ്ജീര അല്ലെങ്കിൽ പൂർണ്ണ, വാർദ്ധ, പ്രവര, മഞ്ജീര. പ്രൻഹിത വേറെ ട്രിബ്യൂട്ടറി ആണ്, പ്രവര വേറെ ട്രിബ്യൂട്ടറിയാ. 2 ഡാംസ്, ജയഗ്വാഡി ആൻഡ് വൈത്തരണ. 2 ഡാം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഏതൊക്കെ സ്റ്റേറ്റുകളാ എളുപ്പോ? മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, താഴെ ആന്ധ്ര, തെലങ്കാന, കർണാടക, പിന്നെ പോണ്ടിച്ചേരി. ഇനി അടുത്താണ് കൃഷ്ണ ഡാം.
കൃഷ്ണ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ്, ഈസ്റ്റിലോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ആണ് കൃഷ്ണ റിവർ. അതുപോലെ തേർഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തേർഡ് ലോങ്സ്റ്റ് റിവറാ. സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ആരാ? ഗോദാവരി. തേർഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ കൃഷ്ണ. പക്ഷേ സെക്കൻഡ് ലാർജസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ. ഇനി കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, കൃഷ്ണൻ മഹാബലവാന, കൃഷ്ണൻ മഹാബലവാന. സോ കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാബലേശ്വറിൽ നിന്ന്. കൃഷ്ണൻ മഹാബലവാനാണ്. ഈ കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാബലേശ്വറിൽ നിന്ന്. ഇനി അത് ഒഴുകുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് ഒഴുകി തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക റീജിയൻസിലോട്ട് ഒഴുകുന്നു. എവിടേക്ക് ഒഴുകുന്നത്? മഹാരാഷ്ട്ര, താഴെ തെലങ്കാന, അപ്പുറത്ത് ആന്ധ്ര, താഴെ കർണാടക, ഇത്രയും സ്ഥലത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇനി കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കൃഷ്ണ വിഗ്രഹം മേടിക്കും. ഇപ്പോൾ എന്താ വിഷുവൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ കൃഷ്ണ വിഗ്രഹം മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിഗ്രഹമൊക്കെ മേടിക്കും, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പിക്ചറൊക്കെ മേടിക്കും. ഓ എന്ത് പ്രഭയാണ് അല്ലേ, എന്ത് പ്രഭയാണ്. നമ്മൾ കൃഷ്ണ വിഗ്രഹത്തിൻ്റെയൊക്കെ പുറകിൽ, അല്ലെങ്കിൽ ദൈവങ്ങളുടെ എല്ലാ ദൈവങ്ങളുടെയും പുറകിൽ നിങ്ങൾ ഒരു യെല്ലോ ആലോ കാണും, യെല്ലോ ഹാലോ കാണും. അതിനാണ് പ്രഭ എന്ന് പറയും. അപ്പൊ കൃഷ്ണനായോണ്ട് പ്രഭയുണ്ട്. അപ്പൊ രണ്ട് ട്രിബ്യൂട്ടറീസിന്റെ പേര് പ്രഭ എന്നാണ്, ഗത്പ്രഭ, മാൽപ്രഭ. ഓക്കെ, രണ്ട് ട്രിബ്യൂട്ടറീസിന്റെ പേര് ഗത്പ്രഭ, മാൽപ്രഭ. ഇനി കൃഷ്ണൻ ഒരു പുരാണ കഥാപാത്രമാണല്ലോ. അപ്പൊ രണ്ട് പുരാണ കഥാപാത്രങ്ങൾ, ഭീമനും ഭദ്രയും, തുംഗഭദ്രയും. ഭീമ ആൻഡ് തുംഗഭദ്ര. ഇനി നമ്മുടെ ശ്രീകൃഷ്ണന് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉള്ള ആളാണ്, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ട്. അപ്പം മൂസി റിവർ. ഇനി നമുക്കറിയാം എർത്ത് ക്യൂക്ക് ഉണ്ടാക്കിയ റിവർ ഏതാണ്? എർത്ത് ക്യൂക്ക് ഉണ്ടാക്കിയ റിവർ കൊയ്ന റിവർ. അപ്പൊ ആ കൊയ്ന ഡാം ഉണ്ടാക്കിയ എർത്ത് ക്യൂക്ക് ഞാൻ ക്ലാസ്സിലെടുത്തിട്ടുണ്ട്, 60 ഡേയിൽ എടുത്തിട്ടില്ല, ക്ലാസ്സിലെടുത്തിട്ടുണ്ട്. അപ്പൊ കൊയ്ന ആ റിവർ. ദെൻ പാലേരി, മൂന്നാർ. നമ്മുടെ കേരളമായിട്ട് ബന്ധമുണ്ട് പാലേരി, മൂന്നാർ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. കൃഷ്ണന് പ്രഭയുണ്ട്, അപ്പൊ രണ്ട് പ്രഭ, ഗത്പ്രഭ, മാൽപ്രഭ. ഇനി കൃഷ്ണൻ ഒരു പുരാണ കഥാപാത്രം, അപ്പൊ രണ്ട് പുരാണ കഥാപാത്രങ്ങൾ, ഭീമയും തുംഗഭദ്രയും. ഇനി മുസ്ലിം യൂണിറ്റി ഉണ്ട്, അപ്പോൾ മൂസി. ഇനി കേരളമായിട്ട് ബന്ധമുണ്ട്, പാലേരി, മൂന്നേറും. ഇത്രയാണ് കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഈ കൃഷ്ണയുടെ ട്രിബ്യൂട്ടറീസിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ട്രിബ്യൂട്ടറിയാണ് ഭീമ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എവിടെ നിന്നാണ് ഭീമ ഉത്ഭവിക്കുന്നത്. ഭീമ ഉത്ഭവിക്കുന്നത് മാദ്രാൻ ഹിൽസിൽ നിന്നാണ്. ഇങ്ങനെ ഓർത്താൽ മതി, ഭീമനും മാതാവിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ മാദ്രാൻ ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഭീമയ്ക്ക് മാതാവിനോട് സ്നേഹമാണ്, അപ്പോൾ മാദ്രാൻ ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ കൃഷ്ണ റിവർ കടന്നു പോകുന്ന സിറ്റീസ് നോക്കാം, എളുപ്പമാണ്. മഹാഭാരതം ഓർത്താൽ മതി. കൃഷ്ണന്റെ ഉറ്റ സുഹൃത്താരാ? കൃഷ്ണൻ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാ? മഹാബലേശ്വരിന്ന്. ഞാൻ പറഞ്ഞു കൃഷ്ണൻ മഹാബലവാന. സോ ഒറിജിനേറ്റ് ഫ്രം മഹാബലേശ്വർ. കൃഷ്ണന്റെ ഉറ്റ സുഹൃത്താരാ? അർജുനൻ. അപ്പൊ നാഗാർജുന കൊണ്ട. ഇനി അർജുനൻ എന്തിനാണ് കൃഷ്ണനെ കൂടെ കൂട്ടിയത്? മഹാഭാരത യുദ്ധം വിജയിക്കാനാണ്, അല്ലെ? കൃഷ്ണൻ എന്തിനാണ് കൂടെ കൂട്ടിയത്? യുദ്ധം വിജയിക്കാൻ. അപ്പൊ വിജയവാഡ. കൃഷ്ണനെ നമ്മൾ എന്താ വിളിക്കുക? ശ്രീകൃഷ്ണ. അപ്പൊ ശ്രീശൈലം എന്ന് പറയുന്ന സ്ഥലം. ഇനി പഞ്ചപാണ്ഡവന്മാരുടെ കൊട്ടാരത്തിന്റെ പേര് അമരാവതി. അപ്പൊ ഈ പേരിലുള്ള സ്ഥലങ്ങളെല്ലാം, മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം കൃഷ്ണ റിവറിന്റെ തീരത്താണ്. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ കൃഷ്ണൻ മഹാബലവാന, അപ്പൊ മഹാബലേശ്വർ. കൃഷ്ണന്റെ ഫ്രണ്ട് അർജുനാണ്, അപ്പൊ നാഗാർജുന കൊണ്ട. അർജുനൻ കൃഷ്ണനെ കൂടെ കൂട്ടിയത് വിജയിക്കാനാണ്, സോ വിജയവാഡ. പിന്നെ പറഞ്ഞു കൃഷ്ണനെ നമ്മൾ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കും, അപ്പൊ ശ്രീശൈലം. പിന്നെ അവരുടെ കൊട്ടാരത്തിന്റെ പേര് അമരാവതി. ഇത്രയാണ് അവിടെ വരുന്ന സിറ്റീസ്. എക്സ്ട്രാ ഒരു സിറ്റി ഉള്ളത് നരസോബവാഡിയാണ്. നരസോബവാഡിയാണ്. ഇനി കൃഷ്ണ റിവറിൽ ഇരിക്കുന്ന ഡാം, കൃഷ്ണ റിവറിലെ ഡാം ചോദിച്ചാൽ കൃഷ്ണന്റെ ഫ്രണ്ട് ആരാ? അർജുനൻ. കൃഷ്ണന്റെ ഫ്രണ്ട് അർജുനല്ലേ. എപ്പോഴും ഫ്രണ്ട്സ് ആണ് ഡാമിന്റെ പേരിടുക, എപ്പോഴും ഫ്രണ്ട്സിന്റെ പേരാണ് ഡാമിന് ഇടുക എന്ന് ഓർത്താൽ മതി. അപ്പോൾ കൃഷ്ണ റിവറിലെ ഡാമാണ് നാഗാർജുന സാഗർ ഡാം. ഇനി ശ്രീകൃഷ്ണൻ, അപ്പൊ ശ്രീശൈലം. പിന്നെ അൽമാട്ടി ഡാം. ഈ 3 ഡാമുകളാണ് കൃഷ്ണ റിവറിൽ വരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷ്ണ ഫ്രണ്ടാണ് അർജുനൻ, അപ്പൊ നാഗാർജുന സാഗർ ഡാം, ദെൻ അൽമാട്ടി ഡാം, പിന്നെ ശ്രീകൃഷ്ണനായിട്ട് ശ്രീശൈലം. അപ്പോൾ ഇത്രയും ഡാമുകളാണ് വരിക. അതിൽ നാഗാർജുന സാഗറും അൽമാട്ടിയും കർണാടകയിലാണ്, ശ്രീശൈലം ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ കൃഷ്ണന്റെ ട്രിബ്യൂട്ടറീസ് മറക്കില്ല എന്ന് വിചാരിക്കുന്നു, ഒറിജിൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു, കൃഷ്ണൻ മഹാബലവാനായിട്ട് മഹാബലേശ്വർ, സിറ്റീസ് മറക്കില്ല എന്ന് വിചാരിക്കുന്നു, കാരണം മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. ഇനി അടുത്തതാണ് കാവേരിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. കാവേരി ബ്രഹ്മാവിന്റെ മകളാണ്. കൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ ശിവനും ഫ്രണ്ട്സ് ആണ്. ബ്രഹ്മാവിന്റെ മകളാണ് ഈ കൃഷ്ണനും ശിവനും ഫ്രണ്ട്സ് ആണ്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കുക, കാവേരിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. കാവേരി ബ്രഹ്മാവിന്റെ മകളാണ്, കൃഷ്ണനും അതുപോലെ തന്നെ ശിവനും ഫ്രണ്ട്സ് ആണ്.
ഇനി അത് മാത്രമല്ല ഒരുപാട് കൂട്ടുകാരികളുണ്ട്. അപ്പൊ കാവേരി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി, ബ്രഹ്മാവിന്റെ മകളാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ബ്രഹ്മഗിരി ഹിൽസ്, ബ്രഹ്മാവിന്റെ മകളായതുകൊണ്ട് ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കർണാടകയിൽ. ഇനി കാവേരി റിവറിന്റെ പ്രത്യേകത ലാർജസ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യ. തേർഡ് ലാർജസ്റ്റ് അല്ല തേർഡ്, ഫസ്റ്റ് ലാർജസ്റ്റ് റിവർ ആരാ? ലാർജസ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യ ഗോദാവരി. സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ ആരാ? കൃഷ്ണ. മൂന്നാമത്തെ ലാർജസ്റ്റ് റിവർ ആണ് കാവേരി. ഇനി കാവേരി ഒഴുകുന്നത് നമുക്കറിയാം, കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് നമുക്കറിയാം. ആരൊക്കെ തമ്മിലാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്? കർണാടകയും തമിഴ്നാടും. പക്ഷെ കാവേരിയുടെ ഒരു കൈവഴി കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഏതാണ്? കബനി. അപ്പോൾ കേരള കാവേരി കേരള, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, ഈ 4 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നത്. കർണാടകയും തമിഴ്നാടും തമ്മിലാണ് കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട്. അത് നമുക്കറിയാം. കേരളത്തിലെ കബനി എന്ന നദി ഒഴുകിച്ചെന്ന് ചേരുന്നത് കാവേരിയിൽ. അപ്പൊ കേരളത്തിലുണ്ട്, പിന്നെ പോണ്ടിച്ചേരി. അപ്പൊ 4 സംസ്ഥാനങ്ങൾ. അപ്പൊ കാവേരി വാട്ടർ ട്രിബ്യൂണലിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാലും ഇവർ 4 പേര് തന്നെയാണ്. കാവേരി വാട്ടർ ട്രിബ്യൂണലിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാലും കർണാടക, തമിഴ്നാട്, കേരള, പോണ്ടിച്ചേരി. ഇനി കാവേരി നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കി പെനിൻസുലാർ റിവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കാവേരി റിവറിൽ വർഷം മുഴുവനും നല്ല രീതിയിൽ വെള്ളം കാണാൻ പറ്റും. അതായത് വർഷം മുഴുവനും ബാക്കി പെനിൻസുലാർ റിവേഴ്സിനെ അപേക്ഷിച്ച് കാവേരി നദിയിൽ നല്ല രീതിയിൽ വെള്ളം കാണാം. കാരണം എന്താണെന്നറിയോ? കാവേരി നദിക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണും കിട്ടും, നോർത്ത് ഈസ്റ്റ് മൺസൂണും കിട്ടും. ഓക്കെ. ഇനി കാവേരിയുടെ അച്ഛൻ ബ്രഹ്മാവാണ്. അപ്പൊ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഫ്രണ്ട് ആരാ? ശിവനാണ്. സോ ശിവസമുദ്രം വാട്ടർഫോൾ ഇരിക്കുന്നത് ഇതിലാണ്. എന്താണ്? ശിവസമുദ്രം വാട്ടർഫോൾ ഇരിക്കുന്നത് ഇതിലാണ്. അപ്പൊ അത് മറക്കണ്ട. ശിവസമുദ്രം വാട്ടർഫോൾ ശിവന്റെ ഫ്രണ്ട് ആണെന്നല്ല പറഞ്ഞത്. ശിവസമുദ്രം വാട്ടർഫോൾ. ഹൊഗ്ഗനക്കൽ വാട്ടർഫോൾ അതും എവിടെയാണ് വരുന്നത്? കാവേരി നദിയിലാണ്. ശിവസമുദ്രം വാട്ടർഫോളും ഹൊഗ്ഗനക്കൽ വാട്ടർഫോളും കാവേരി നദിയിലാണ്. ഇനി കൃഷ്ണന്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്. അപ്പൊ കൃഷ്ണരാജസാഗർ ഡാം ഇൻ കർണാടക. കർണാടകയിലെ കൃഷ്ണരാജസാഗർ ഡാം, അതുപോലെ തമിഴ്നാട്ടിലും മേട്ടൂർ ഡാം ഇരിക്കുന്നതും കാവേരിയിലാണ്. ഈ മേട്ടൂർ ഡാം ഒക്കെ പഠിച്ചോളണം, ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കാരണം ന്യൂസിൽ വരുന്ന സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാം. മേട്ടൂർ ഡാം തമിഴ്നാട്ടിലാ, കൃഷ്ണരാജസാഗർ എവിടെയാണ്? കർണാടകയിൽ. ഇത് രണ്ടും കാവേരി നദിയിലാണ്. ഓക്കെ. ഇനി ഇവിടെ വരുന്ന സിറ്റീസ് ആണ് മൈസൂര്. ഓക്കെ, മൈസൂര്, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, ഇതെല്ലാം കാവേരിയുടെ തീരത്താണ്. മൈസൂര്, ഈറോഡ്, തിരുച്ചിറപ്പള്ളി ഇതെല്ലാം കാവേരി നദിയുടെ തീരത്താണ്. ഇനി കാവേരിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കാവേരിയുടെ ഫ്രണ്ട്സ് ഒക്കെ വദികളിൽ അവസാനിക്കുന്നവരാ. നോക്കിക്കോ. ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി. കാവേരിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് അവരുടെ ട്രിബ്യൂട്ടറീസിന്റെ പേര്. ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി. ഇനി ഈ വതിയിൽ ഇന്ദ്രാവതി ഇല്ല കേട്ടോ. ഇന്ദ്രാവതി ട്രെയിനിന്റെ പേരാ, കൂട്ടുകാരിയുടെ പേരല്ല. എങ്ങോട്ടേക്കുള്ള ട്രെയിനിന്റെ? നാസിക്കിൽ. അപ്പൊ ഇന്ദ്രാവതി ആരുടെ ട്രിബ്യൂട്ടറിയാ? അത് ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാ. മാറിപ്പോകരുത്. ഇന്ദ്രാവതി ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാ. അതിവിടെ ഇല്ല. ഇവിടെ വരുന്ന വതികൾ ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി. ഇനി 2 പഴയ അമ്മച്ചിമാരുടെ പേര്. പഴയ അമ്മച്ചിമാര് ഇങ്ങനെ കാവേരി പ്രായമൊന്നും നോക്കൂല, അമ്മച്ചിമാരെയൊക്കെ ഫ്രണ്ട്സ് ആക്കി കളയും. ഭവാനി, കബനി. പഴയ അമ്മച്ചിമാരുടെ പേര് ഭവാനി, കബനി. ഇനി കുറച്ച് മോഡേൺ പേര്. തീർത്ഥ, വെറും തീർത്ഥയല്ല. എന്ത് തീർത്ഥ? ലക്ഷ്മണ തീർത്ഥ. ലക്ഷ്മണ തീർത്ഥ. ഇനി പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള 2 പേര്, ഹരാംഗി ഷീംഷ. നല്ല പേരല്ലേ? ഹരാംഗി ഷീംഷ, പിന്നെ നൊയ്യൽ. അപ്പൊ ഇത്രയാണ് കാവേരിയുടെ ട്രിബ്യൂട്ടറീസ്. കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് പറയുമ്പോൾ വതികൾ ഓർക്കുക, ഇന്ദ്രാവതി ഓർക്കരുത്. ബാക്കി ഹേമാവതി, അർക്കാവതി, അരുണാവതി, സുവർണാവതി. ഇനി നമ്മൾ പറഞ്ഞു ആരാണ്? നമ്മുടെ ഭവാനി, കബനി, പഴയ അമ്മച്ചിമാര്. മോഡേൺ പേര് തീർത്ഥ, ലക്ഷ്മണ തീർത്ഥ. ഇനി തീർത്ഥ കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസ്റ്റ് മോഡേൺ പേര്, ജെൻസികൾക്കല്ല, ആൽഫ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റിയ പേര്, ഹരാംഗി ഷീംഷ, നൊയ്യിൽ. ഇനി കൃഷ്ണന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ? കൃഷ്ണരാജസാഗർ ഡാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരീക്ഷ ഹോളിൽ ഇരിക്കുമ്പോൾ കൃഷ്ണരാജസാഗർ ഡാം ഏത് റിവറിലാന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് കൃഷ്ണ റിവർ എന്ന് ഓർക്കരുത്. കാരണം ഞാൻ ഫ്രണ്ട്സിന്റെ പേരിലാണ് ഡാമിന് പേര് കൊടുക്കുന്നത്. നാഗാർജുന സാഗർ ഡാം ഏതിലാ? അർജുനൻ ആരുടെ ഫ്രണ്ടാ? കൃഷ്ണന്റെ ഫ്രണ്ടാ. സോ നാഗാർജുന സാഗർ ഡാം ഏതിലാ? കൃഷ്ണ റിവറിലാ. ഇനി കൃഷ്ണരാജസാഗർ ഡാം, കൃഷ്ണൻ ആരുടെ ഫ്രണ്ടാണ്? കാവേരിയുടെ. അപ്പൊ കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ ഡാം. അത് കർണാടകയിലാണ്. മേട്ടൂർ ഡാം തമിഴ്നാട്. അപ്പൊ കാവേരി ഉത്ഭവിക്കുന്നത്
കർണാടകയിലെ ബ്രഹ്മഗിരി, ബ്രഹ്മാവിന്റെ മകളാണ്. തേർഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ. അപ്പൊ ഫസ്റ്റ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഗോദാവരി, സെക്കൻഡ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ കൃഷ്ണ. ഇനി ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഒഴുകുന്നത് ഞാൻ പറഞ്ഞു, കാവേരി വാട്ടർ ട്രിബ്യൂണലില് ഭാഗമായിട്ടുള്ള സ്റ്റേറ്റുകൾ കർണാടക, തമിഴ്നാട്, കേരള, പിന്നെ ഒരു യൂണിയൻ ടെറിട്ടറി പുതുച്ചേരി. കാവേരി വാട്ടറിൽ വർഷം മുഴുവനും മഴ ലഭിക്കുന്നുണ്ട്, കാരണം സൗത്ത് വെസ്റ്റ് മൺസൂണും ഉണ്ട്, നോർത്ത് വെസ്റ്റ് മൺസൂണും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വാട്ടർ ഫ്ലക്ച്വേഷൻസ് കുറവാണ്. ട്രിബ്യൂട്ടറീസ്, വദികൾ, ഹേമാവതി, അർക്കാവതി, അമരാവതി, സുവർണാവതി, പിന്നെ 2 പഴയ അമ്മച്ചിമാര് ഭവാനി, കബനി, കുറച്ച് മോഡേൺ പേര് തീർത്ഥ, ലക്ഷ്മണ തീർത്ഥ, അടുത്തത് ഹരാങ്കി, ശീംഷ, നൊയിൽ. ഇനി ഡാം കൃഷ്ണൻ ഫ്രണ്ട് ആയതുകൊണ്ട് കൃഷ്ണരാജാസാഗർ ഡാം കർണാടകയിൽ, പിന്നെ മേട്ടൂർ തമിഴ്നാട്. ശിവൻ ഫ്രണ്ട് ആയതുകൊണ്ട് ശിവസമുദ്രം വാട്ടർഫോള്, ഹൊഗനക്കൽ വാട്ടർഫോള്. സിറ്റീസ് തിരുച്ചിറപ്പള്ളി, ഈറോഡ്, അതുപോലെ തന്നെ മൈസൂര്, പിന്നെ തഞ്ചാവൂര്. അതൊന്ന് ഓർക്കണേ, തഞ്ചാവൂർ. ഇത്രയാണ് സിറ്റീസ് വരുന്നത്. ഇനി അടുത്തത് സുബർണരേഖ. സുബർണരേഖ റിവർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നത് ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ വിചാരം ഈസ്റ്റേൺ ഘാട്ടിന്ന്. ഈസ്റ്റേൺ ഘാട്ടിന്നല്ല സുബർണരേഖ ഉത്ഭവിക്കുന്നത്, റാഞ്ചി പ്ലേറ്റുവിൽ നിന്നാണ്. റാഞ്ചിയിൽ നിന്നാണ് സുബർണരേഖ ഉത്ഭവിക്കുന്നത്. റാഞ്ചിയിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാൾ, അതായത് ജാർഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ വഴി നിങ്ങൾക്ക് ഇവിടെ കാണാം എവിടെ ചെന്ന് ചേരും, ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരും. അപ്പോൾ റാഞ്ചിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ജാർഖണ്ഡിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാൾ, ഒഡീഷ വരെ എവിടെ ചെന്ന് ചേരും, നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരും. ഇതിൻ്റെ ട്രിബ്യൂട്ടറിയാണ് കർക്കായി റിവർ. കർക്കായി റിവറിലെ വെള്ളം നമ്മൾ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയിൽ ഉപയോഗിക്കുന്നുണ്ട്, കർക്കായി റിവർ. ഇനി സുബർണരേഖയിൽ ഇരിക്കുന്ന വാട്ടർഫോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഹുൻഡ്രു വാട്ടർഫോൾ. മറക്കരുത്, ഹുൻഡ്രു വാട്ടർഫോൾ സുബർണരേഖയിലാണ്, അതും ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ ആണ് ഹുൻഡ്രു വാട്ടർഫോള്, അത് സുബർണരേഖ റിവറിലാണ്. ഇനി സുബർണരേഖ കടന്നു പോകുന്ന സിറ്റീസ് ആണ് റാഞ്ചി, ജംഷഡ്പൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിസ്കോ ജംഷഡ്പൂർ വരാനുള്ള ഒരു റീസൺ സുബർണരേഖയാണ്. ഇപ്പം ജംഷഡ്പൂർ അവിടെ സുബർണരേഖ ഒഴുകുന്നുണ്ട്, റാഞ്ചിയിലും ഒഴുകുന്നുണ്ട്. റാഞ്ചിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ടിസ്കോയുടെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട്, ജംഷഡ്പൂരിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഫൈനലി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ജോയിൻ ചെയ്യും. അടുത്ത ആളാരാണ്, നമ്മുടെ ദാമോദർ. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി, ദാമോദരൻ ചേട്ടന് പൊക്കം കുറവാണ്. ദാമോദരൻ ചേട്ടന് എന്ത് കുറവാണ്, പൊക്കം കുറവാണ്. സോ ദാമോദരൻ ചേട്ടന് എപ്പോഴും സങ്കടമാണ്, കരഞ്ഞുകൊണ്ട് അടക്കുകയാണ്. ദാമോദരൻ ചേട്ടന് പൊക്കം കുറവാണ്, അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് അടക്കുകയാണ്, സങ്കടമാണ്. അപ്പം ദാമോദർ റിവർ ഉത്ഭവിക്കുന്നത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു പൊക്കം കുറവാണ്, അപ്പോൾ ഉത്ഭവിക്കുന്നത് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിൽ നിന്നാണ്. പൊക്കം കുറവാണെന്ന് ഓർത്താൽ മതി. സോ ഒറിജിനേറ്റ് ഫ്രം ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു. ഇനി ഈ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു ജാർഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദാമോദർ ഒരു റിഫ്റ്റ് വാലി റിവറാണ്. അപ്പോൾ ഇന്ത്യയിലെ റിഫ്റ്റ് വാലി റിവേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഏതൊക്കെയാണ് ഇന്ത്യയിലെ റിഫ്റ്റ് വാലി റിവർ? നർമ്മദ, തബി ഓർ താപ്തി, ദാമോദർ, ഒരാളും കൂടിയുണ്ട് മഹാനദി. മഹാനദിയും റിഫ്റ്റ് വാലി റിവർ. അപ്പോൾ ഇത് നോക്കി വെച്ചോ, ഇത് പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടും. ഇനി ദാമോദരൻ ചേട്ടൻ സങ്കടം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഇതറിയപ്പെടുന്നത് സോറോ ഓഫ് ബംഗാൾ എന്നാണ്. സോറോ ഓഫ് ബംഗാൾ, സങ്കടമാണ്, സോറോ ഓഫ് ബംഗാൾ. ഇനി സോറോ ഓഫ് ബീഹാർ ആരാ? സോറോ ഓഫ് ബീഹാർ ആരാന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സോറോ ഓഫ് ബീഹാർ, ഇത് സോറോ ഓഫ് ബംഗാളാണ്. ഇനി ഒരു കാര്യം, ഈ ദാമോദർ റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ് രോ, കരയുക, അതായത് ദാമോദരൻ കരഞ്ഞുകൊണ്ടിരിക്കുക, ബൊക്ക രോ, ഹഹ രോ. രോ എന്ന് പറഞ്ഞാൽ എന്താ, കരയുക. പിന്നെ ബരാക്കർ ആൻഡ് കൊണാർ. ഈ ബരാക്കർ റിവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ബരാക്കർ റിവറിൽ ഒരു ഡാം ഉണ്ട്. ആ ഡാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടും ഉണ്ട്. ഏത് ഡാമാന്ന് ഒന്ന് പറയാവോ? അത് ബരാക്കർ റിവറിലാണ്, മറക്കരുത്. മൈത്തോൺ ഡാം എന്ന് പറയുന്ന ഒരു ഡാം, അത് ബരാക്കർ റിവർ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മൈത്തോൺ ഡാം എവിടെയാണ്? അത് ബരാക്കർ റിവറിലാണ്, ജാർഖണ്ഡിലാണ്. അപ്പോൾ ദാമോദറിന്റെ ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബരാക്കർ, കൊണാർ, ബൊക്കാരോ, ഹഹാരോ. അതിൽ ബരാക്കറിലാണ് ആരിയിരിക്കുന്നത്? മൈത്തോൺ ഡാം. ഇവിടെ എഴുതിയിട്ടുണ്ട് മൈത്തോൺ ഡാം. കൊണാർ റിവറിലാണ് കൊണാർ ഡാം ഇരിക്കുന്നത്. ഇനി ഈ നദി ഹൂഗ്ലി നദിയിൽ ചെന്നാൽ ചേരുന്നത്. ചിലപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് വരെയും ദാമോദർ റിവർ ഡയറക്ട്ലി എൻറ്റേഴ്സ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ തെറ്റാ. ദാമോദർ റിവർ ഡയറക്ട്ലി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരില്ല. ഇറ്റ് ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഹൂഗ്ലി റിവർ. ഇമ്പോർട്ടൻ്റ് ആ, ഹൂഗ്ലി റിവറിൻ്റെ ട്രിബ്യൂട്ടറി ആണ് ദാമോദർ റിവർ. ഹൂഗ്ലി റിവറിലാണ് ഇത് ചെന്ന് ചേരുന്നത്. ഇനി ഇത് കടന്നു പോകുന്ന സിറ്റീസ് ആണ് രാംഗഡ്, ബൊക്കാരോ, ധൻബാദ്,
ദുർഗാപൂർ, ഹൗറ. എന്താണ് ഈ സിറ്റികളുടെ പ്രത്യേകത? ഇതെല്ലാം മൈനിങ് ഏരിയാസ് ആണ്. നല്ല രീതിയിൽ മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളാണ് രാംഗഡ്, ബൊക്കാരോ, ധൻബാദ്, ദുർഗാപൂർ. അപ്പൊ ഈ പറയുന്ന മൈനിങ് നടക്കുന്ന ലൊക്കേഷൻസിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. അപ്പൊ ചോദിക്കാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൈനിങ് ലൊക്കേഷൻസിലൂടെ ഒഴുകുന്ന നദി അത് ഈ ഒരു നദിയാണ്. അപ്പോൾ ദാമോദർ റിവറിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ദാമോദർ ചേട്ടൻ പൊക്കം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ സങ്കടമാണ്, സോ സോർ ഓഫ് ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പൊ ട്രിബ്യൂട്ടറീസ് ആണ് ബൊക്കാരോ, ഹഹാരോ, പിന്നെ ബരാക്കർ, കോണാർ. ബരാക്കർ മറക്കരുത്, ബറാക്കിൽ ഒരു ഡാം ഉണ്ട്, ബരാക്കറിൽ മൈഥോൺ ഡാം. ബരാക്ക് എന്ന് പറയുന്ന വേറെ റിവർ ഉണ്ട്. ബരാക്ക് നോർത്ത് ഈസ്റ്റിലെ റിവറാണ്. ബരാക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ റിവർ, അതിലാണ് നാഷണൽ വാട്ടർവേ 6 ഇരിക്കുന്നത്. ആ റിവർ അല്ല ഇത്, ഇത് ബരാക്കർ ആണ്, മാറിപ്പോവരുത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇതില് ഈ നദി ബേ ഓഫ് ബംഗാളിൽ ഡയറക്ട്ലി ചെന്ന് ചേരില്ല. ദാമോദർ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഹൂഗ്ലി. ഹൂഗ്ലി നദിയുടെ ട്രിബ്യൂട്ടറി ആണ് ദാമോദർ. ഇനി അത് കടന്നു പോകുന്ന സിറ്റീസ് എല്ലാം മൈനിങ് സൈറ്റ്സാ. രാംഗഡ്, ബൊക്കാറോ, ധൻബാദ്, ദുർഗാപൂർ പോലുള്ള സിറ്റി. പിന്നെ ഹൗറ, കാരണം എന്താ, കൊൽക്കട്ടയിൽ ചെന്നാണ് ആരുമായിട്ട് ജോയിൻ ചെയ്യുന്നത്, ഹൂഗ്ലി. അപ്പോൾ ഹൗറയെക്കൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. ഇതിൽ വരുന്ന ഡാംസ് ആണ് മൈഥോണും കൊണാറും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത റിവറാണ് ബ്രഹ്മിണി റിവർ. ബ്രഹ്മിണി റിവർ ഉത്ഭവിക്കുന്നത് ഒഡീഷയിലെ റൂർക്കേലയിൽ നിന്നാണ്. ഒഡീഷയിലെ റൂർക്കേലയിൽ നിന്നാണ് ബ്രഹ്മിണി റിവർ ഉത്ഭവിക്കുന്നത്. 2 നദികൾ ചേർന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്, സംഗും സൗത്ത് കോയലും. സംഗ്, സൗത്ത് കോയൽ എന്ന് പറഞ്ഞാൽ 2 നദികൾ ചേർന്നിട്ടാണ് ബ്രഹ്മിണി റിവർ ഉത്ഭവിക്കുന്നത്. ഒഡീഷയിലെ റൂർക്കേലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഫൈനലി ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ജോയിൻ ചെയ്യും. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ബ്രഹ്മിണി റിവർ. ഒറ്റ കാര്യം ഓർത്താൽ അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്, ഈസ്റ്റേൺ ഘാട്ടിൽ നിന്നല്ല, റൂർക്കേലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഇനി പെന്നാർ റിവർ. പെന്നാർ റിവർ ഉത്ഭവിക്കുന്നത് നന്ദി ഹിൽസിൽ നിന്നാണ്. കർണാടകയിലെ നന്ദി ഹിൽസിൽ നിന്നാണ് പെന്നാർ റിവർ ഉത്ഭവിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ 2022, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഹിഡൻ കാനയോൺ ആയ ഗന്ദികോട്ട കാനിയോൺ ഏത് നദിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഈ കാനിയോണാണ് ഗന്ദികോട്ട. ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെന്നാർ റിവറാണ്. അപ്പൊ ഇനിയും പെന്നാർ റിവറിനെ കുറിച്ച് ഇനിയും ചോദ്യം വന്നാൽ നന്ദി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതൊന്നും ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും പെന്നാർ റിവർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്? നന്ദി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിലാണ് ഇന്ത്യയിലെ ഏക ഹിഡൻ കാനിയോണായ ഗന്ദികോട്ട കാനിയോൺ ഇരിക്കുന്നത്. ഇനി അത് ഒഴുകുന്നത് കർണാടക, ആന്ധ്രാപ്രദേശ് റീജിയൻസിലൂടെ. അപ്പൊ ഇവിടെ ഗന്ദികോട്ട കാനിയോൺ ഓർത്തിരിക്കണം, ഇന്ത്യയിലെ ഹിഡൻ കാനിയോൺ ആണ്, ആന്ധ്രാപ്രദേശിലാണ്. അത് അത് ഉണ്ടാക്കുന്നത് പെന്നാർ റിവറാണ്. ആ പെന്നാർ റിവർ ഉത്ഭവിക്കുന്നത് നന്ദി ഹിൽസിൽ നിന്നാണ്. ഇനി അവസാനത്തെ റിവറാണ് വൈഗൈ. വൈഗയിൽ വി ഉണ്ടല്ലോ, അപ്പൊ എല്ലാം വിയിലാണ്. വൈഗൈ ഒറിജിനേറ്റ് ചെയ്യുന്നത് വരുഷനാഡു ഹിൽസിൽ നിന്നാണ്. ഈസ്റ്റേൺ ഘാട്ടിന്റെ സദേൺ മോസ്റ്റ് ഡിവിഷനാണ് വരുഷനാഡു ഹിൽസ്. ഈസ്റ്റേൺ ഘാട്ട് സദേൺ മോസ്റ്റ് ഡിവിഷൻ. അപ്പൊ ആ വരുഷനാഡു ഹിൽസിൽ നിന്നാണ് വൈഗൈ റിവർ ഉത്ഭവിക്കുന്നത്. അതിൽ വരുന്ന വാട്ടർഫോൾ ആണ് വട്ടപ്പാറൈ വാട്ടർഫോൾ. ഓർക്കാൻ എളുപ്പോ, വൈഗൈ റിവർ ഉത്ഭവിക്കുന്നത് വരുഷനാഡു ഹിൽസ്. ഏതാണ് വാട്ടർഫോൾ? വട്ടപ്പാറൈ വാട്ടർഫോൾ. ഇനി അതിൽ വരുന്ന സിറ്റിയാണ് മധുരൈ. മധുരൈ എന്ന സിറ്റി ഇരിക്കുന്നത് വൈഗൈ റിവറിലാണ്. ഇനി വൈഗൈ റിവർ ചെന്ന് ചേരുന്നത് പാക് സ്ട്രെയിറ്റിലാണ്. പാക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ തരംതിരിക്കുന്ന സ്ട്രെയിറ്റ് ആണ് പാക് സ്ട്രെയിറ്റ്. അപ്പൊ വൈഗൈ റിവർ ഉത്ഭവിക്കുന്നത് വരുഷനാഡു ഹിൽസ്, അതിലുള്ള വാട്ടർഫോൾ വട്ടപ്പാറൈ വാട്ടർഫോള്, സിറ്റി മധുരൈ സിറ്റി. ഇനി അത് ചെന്ന് ചേരുന്നത് പാക് സ്ട്രെയിറ്റിലാണ്. ഇനി നമുക്ക് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഓർഡറിൽ നോക്കണം. ഇവിടെ ഞാൻ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ നോർത്ത് ടു സൗത്ത് അറേഞ്ച് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് അത്ര എളുപ്പമല്ല. വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇന്ത്യയിലെ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ മുകളിൽ ദാമോദർ ആയിരിക്കും. ദാമോദർ കഴിഞ്ഞാൽ സുബർണരേഖ, സുബർണരേഖ കഴിഞ്ഞാൽ ബ്രഹ്മിണി, ദെൻ ബൈത്തരണി. നമുക്ക് ബ്രഹ്മിണിയും ബൈത്തരണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഫസ്റ്റ് ബ്രഹ്മിണിയാണ് എന്ന് ഓർക്കുക, ദെൻ ബൈത്തരണി, ദെൻ മഹാനദി, ദെൻ വംശധാര, അത് കഴിഞ്ഞ് ഗോദാവരി, കൃഷ്ണ, പെന്നാർ, പാലാർ, കാവേരി, വൈഗൈ. അപ്പോൾ ഇതിന് കോഡൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ആ മാപ്പ് നോക്കി പഠിക്കുക എന്നതേ ഉള്ളൂ. പക്ഷെ മാപ്പ് നോക്കി പഠിച്ചേ പറ്റത്തുള്ളൂ.
പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം UPSC ചോദിക്കാവുന്ന വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ദാമോദർ, സുബർണരേഖ, ബ്രഹ്മിണി, ബൈത്തരണി, മഹാനദി, വംശധാര, ഗോദാവരി, കൃഷ്ണ, പെന്നാർ, പാലാർ, കാവേരി, വൈഗൈ. അതാണ് ഓർഡർ. അപ്പൊ അത് ഒന്ന് നോക്കി പഠിച്ചോളുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആൻസർ കിട്ടിയോ? ഗത്പ്രഭ റിവർ എവിടെയാണ്? ഗത്പ്രഭ റിവർ അത് തെലങ്കാനയിലല്ല, കർണാടകയിലാണ്. ഗത്പ്രഭ റിവറിനുള്ളിൽ തന്നെയാണ് ഗത്പ്രഭ ഡാം ഇരിക്കുന്നത്. അത് കർണാടകയിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഗാന്ധിസാഗർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാ. ഗാന്ധിസാഗർ കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചത്. അതായത് ചമ്പൽ റിവറിൽ വരുന്ന ഡാമാണ്. അതെവിടെയാ? അത് മധ്യപ്രദേശിലാണ്, ചമ്പൽ റിവറിലാണ്. അതൊന്ന് ഓർത്താൽ മതി. അപ്പൊ അത് ശരിയാണ്. ഇന്ദിരാസാഗർ ഇന്ന് നമ്മൾ പഠിച്ചു. അതായത് ഇന്ത്യയിലെ അയൺമാനും അയൺ ലേഡിയും കൂടെ നർമ്മം പറയൂ എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും. അപ്പോൾ ഇന്ദിരാസാഗർ എവിടെയാണ് വരുന്നത്? മധ്യപ്രദേശിലാണ്, നർമ്മദാ നദിയിലാണ്. നർമ്മദാ നദി ആന്ധ്രാപ്രദേശിൽ കൂടെ ഒഴുകുന്നുണ്ടോ? ഇല്ല, ആന്ധ്രാപ്രദേശിൽ കൂടെ നർമ്മദാ റിവർ ഒഴുകുന്നില്ല. നർമ്മദാ റിവറിലാണ് ഇന്ദിരാസാഗർ. മൈത്തോൺ ഡാം ഞാൻ പറഞ്ഞോളൂ, ബരാക്കർ നദിയിലാണ് മൈത്തോൺ ഡാം. ബരാക്കർ ആരുടെ ട്രിബ്യൂട്ടറിയാ? ദാമോദറിന്റെ. എവിടെയാണ് അത് വരിക? അത് ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിൽ. അപ്പോൾ ഓർത്തിരിക്കണം. ഇനി നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഇവിടുത്തെ നദികളും കൂടെ പഠിക്കുക. അടുത്ത അവിടെ UPSC നിങ്ങളോട് ചോദിക്കുമ്പോൾ നദികൾ ചോദിക്കും. അപ്പൊ ഗത്പ്രഭ നദിയിലാണ്. ഗാന്ധിസാഗർ ചമ്പൽ റിവറിലാണ്. ഇന്ദിരാസാഗർ നർമ്മദയിലാണ്. മൈഥോൺ ഡാം ഇരിക്കുന്നത് ബരാക്കർ റിവറിലാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. സോ എന്താണ്? ചൂസ് ദി ഹൗ മെനി ഓഫ് ദി ഗിവൺ പെയേഴ്സ് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന. നോട്ട് എന്നാണ് ചോദ്യം. 1 തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റാണ്. സോ ഒൺലി 3 പെയേഴ്സ്. 3 പെയേഴ്സ് തെറ്റാ. തെറ്റ് കണ്ടുപിടിക്കാനാ, ശരി കണ്ടുപിടിക്കാനല്ല ചോദ്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അവിടെ ഒരു സൈഡിൽ ഫേമസ് പ്ലേസും അപ്പുറത്തെ സൈഡിൽ റിവറും. അതാ ഞാൻ പറഞ്ഞ സിറ്റീസും റിവേഴ്സും നോക്കിക്കൊള്ളണം. നോക്കിക്കേ. പന്താർപൂർ അവിടെയാണ് ചന്ദ്രഭാംഗ. അത് ശരിയാണ്. പന്താർപൂരിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്രഭാംഗ റിവർ. ഓക്കെ, ശരിയാണ്. ചന്ദ്രഭാംഗ എന്ന് പറഞ്ഞാൽ ചെനാബ്. ഓക്കെ, തിരുച്ചിറപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? തിരുച്ചിറപ്പള്ളി. ഓക്കെ, അപ്പോൾ തിരുച്ചിറപ്പള്ളി കൂടെ ഒഴുകുന്ന നദി ഏതാണ്? നമ്മൾ ആ പിക്ചറിൽ നമ്മൾ പഠിച്ചതാണ് തിരുച്ചിറപ്പള്ളി അല്ലെ? എവിടെയാണ് തിരുച്ചിറപ്പള്ളി? തമിഴ്നാട്ടിലാണ്. അവിടെ ഒഴുകുന്ന നദി ഏതാ? കാവേരി. ശരിയാണ്. ഹംപിയിലൂടെ ഒഴുകുന്ന മാൽപ്രഭ റിവർ അല്ല കേട്ടോ. ഹംപിയിൽ ഒഴുകുന്നത് തുംഗഭദ്ര റിവറാണ്. തുംഗഭദ്രയാണ്. അപ്പോൾ ഹംപിയുടെ ഈ ഒരു സംഭവം തെറ്റാണ്. 3rd തെറ്റാണ്. 1st 2nd മാത്രമേ ശരിയുള്ളൂ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ 1 and 2. അപ്പൊ പന്താർപൂരിൽ ചന്ദ്രഭാംഗ റിവർ ആണ് ഒഴുകുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ കാവേരിയാണ്. കാവേരി തഞ്ചാവൂരിൽ കൂടെ ഒഴുകുന്നുണ്ട്, ഈറോഡിൽ കൂടെ ഒഴുകുന്നുണ്ട്, മൈസൂരിൽ കൂടെ ഒഴുകുന്നുണ്ട്. ഇനി തുംഗഭദ്രയുടെ തീരത്താണ് ഹംപി. അതുപോലെ ഒന്ന് ഓർത്തോ, മൂസിയുടെ തീരത്താണ് ഹൈദരാബാദും മൂസിയുടെ തീരത്താ. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂരറ്റൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹൗ മെനി പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? 1 and 2 മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി അടുത്തതാണ് കൺസിഡർ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇൻ ഹൗ മെനി ഓഫ് ദ റോസ് ഈസ് ദി ഗിവൺ ഇൻഫർമേഷൻ കറക്റ്റ്ലി മാച്ച്ഡ്? ഇവിടെ കണ്ടോ 3 കോളംസ് ഉണ്ട്. വാട്ടർഫോൾ ഉണ്ട്, റീജിയൻ ഉണ്ട്, റിവർ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വാട്ടർഫോൾ ആണെങ്കിലും ഡാംസ് ആണെങ്കിലും നിങ്ങൾ നോക്കിക്കൊള്ളണം ഏത് റീജിയനിലാണ്. ദുവാന്തർ വാട്ടർഫോൾ അത് നർമ്മദയിലാ, ശരിയാ. പക്ഷെ മാൽവ പ്ലേറ്റുവിലാണോ? അല്ല. മാൽവ പ്ലേറ്റു എവിടെ വരുന്നത് പിള്ളേരെ? മാൽവ പ്ലേറ്റു അതിന് മുകളിലാണ് വരുന്നത്. അതായത് ആരവല്ലിയുടെ താഴെ ഇരിക്കുന്ന പ്ലേറ്റു ആണ് മാൽവ. രാജസ്ഥാൻ മധ്യപ്രദേശ് റീജിയനിലാണ്. പക്ഷെ മാൽവ പ്ലേറ്റുവിന്റെ താഴെയാണ് നർമ്മദ റിവർ ഒഴുകുന്നത്. അങ്ങനെയെങ്കിൽ ഇത് തെറ്റാണ്. ഇനി ഹുൻഡ്രു വാട്ടർഫോൾ അത് സുബർണരേഖ റിവറിലാണ്. സുബർണരേഖ ഏതൊക്കെ സ്റ്റേറ്റുകളിൽ കൂടെ ഒഴുകുന്നുണ്ട്? ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. അതിൽ ജാർഖണ്ഡിലാണ് ഹുൻഡ്രു വാട്ടർഫോൾ വരിക. അപ്പൊ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റുവിന്റെ സ്ഥലത്താണ്. അപ്പൊ അത് ശരിയാണ്. ഇനി ജെർസോപ്പ വാട്ടർഫോൾ അതായത് ജോഗ് വാട്ടർഫോൾ അത് നേത്രാവതി റിവറിൽ വെസ്റ്റേൺ ഘാട്ടിലാണ്.
പക്ഷെ നേത്രാവതി റിവർ അല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ജോഗ് വാട്ടർഫോള് ഇന്ത്യയിലെ തന്നെ ഫേമസ് വാട്ടർഫോൾ ആണ് അല്ലെ. ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് ശരാവതി റിവർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ തെറ്റാ. അപ്പൊ ഫസ്റ്റും തെറ്റാണ്, തേർഡും തെറ്റാ. എന്ത് മാത്രമേ ശരിയുള്ളൂ? ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. സോ അവർ ആൻസർ ഈസ് ഓൺലി 1. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ലൊക്കേറ്റഡ് ഇൻ കാവേരി ബേസിൻ? കാവേരി ബേസിനിൽ ഇരിക്കുന്ന നാഷണൽ പാർക്കുകൾ ഏതാണ് എന്നതാണ് ചോദ്യം. നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ടൈഗർ റിസർവ്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അപ്പം പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ്സ് ഇതെല്ലാം വരും. അപ്പൊ നോക്കിക്കേ, നാഗർഹോളെ നാഷണൽ പാർക്ക് വരുമോ? വരും. ഇനി സത്യമംഗലം തമിഴ്നാട്ടിലാ, വരും. വയനാട് വരുമോ? വരും. പബികൊണ്ട, കൊണ്ട എന്ന് കേട്ടാൽ അപ്പം മനസ്സിലാക്കണം ആന്ധ്രയിലാണ്. കൊണ്ട എന്ന് കേട്ടാൽ എന്താണ്? ആന്ധ്രയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആന്ധ്രയിൽ കൂടെ കാവേരി ഒഴുകുന്നുണ്ടോ പിള്ളേരെ? ആന്ധ്രയിൽ കാവേരി ഒഴുകുന്നു ഇല്ല. ഞാൻ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. കാവേരി ഒഴുകുന്നത് 4 സ്ഥലങ്ങളിലാണ്. കേരള, തമിഴ്നാടു, കർണാടക, അതുപോലെ തന്നെ കേരള, തമിഴ്നാടു, കർണാടക, പോണ്ടിച്ചേരി. കൊണ്ട എന്ന് കേട്ടാൽ ആന്ധ്രയിലാണ്, ആന്ധ്രയിൽ ഇല്ല. അപ്പൊ അത് തെറ്റാ. സോ 1, 3 and 4 ആണ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി, 1, 3 and 4 only. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നാഷണൽ പാർക്കും റിവേഴ്സും. ഇതും നാഷണൽ പാർക്കും റിവേഴ്സും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തതും നാഷണൽ പാർക്കും റിവേഴ്സും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോർബറ്റ് നാഷണൽ പാർക്ക് ഗംഗയാണോ ഒഴുകുന്നത്? അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഗംഗയല്ല ഒഴുകുന്നത്. ആരോ ഒഴുകുന്നത്? രാംഗംഗയാണ് ഒഴുകുന്നത്. അപ്പൊ അത് തെറ്റാ. കാസിരംഗ നാഷണൽ പാർക്ക് മാനസ് റിവർ ആണോ? അല്ല. പിന്നെ ഏത് റിവറാ ഒഴുകുന്നത്? ബ്രഹ്മപുത്ര. മാനസ് റിവർ ഏതിലൂടെ ഒഴുകുന്നത്? മാനസ് നാഷണൽ പാർക്കിലൂടെയാണ് മാനസ് റിവർ ഒഴുകുന്നത്. കാസിരംഗ നാഷണൽ പാർക്കിലൂടെ ബ്രഹ്മപുത്ര. അപ്പൊ അത് തെറ്റാ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് അത് കാവേരി നദിയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുന്തി റിവർ ആണ്. അപ്പൊ ഇത് 3ഉം തെറ്റാണ്. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാ. ഒന്നും കറക്റ്റ്ലി മാച്ച്ഡ് അല്ല, നണ്ണാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സ്. വംശധാര, ഇന്ദ്രാവതി, പ്രൻഹിത, പെന്നാർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗോദാവരി? ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഓർക്കുന്നുണ്ട്. 2 ട്രെയിൻ ഏതൊക്കെ? ഇന്ദ്രാവതി, ശബരി. അപ്പൊ ഇന്ദ്രാവതി വരും. 2 ഗംഗ, പെൻഗംഗ, വെൻഗംഗ ഇവിടെ കൊടുത്തിട്ടില്ല. അടുത്തൊരു ശ്ലോകമാണ്. എന്താ? പൂർണ്ണ, വാർധ, പ്രൻഹിത, മഞ്ജീര. അപ്പൊ പൂർണ്ണയില്ല, വർദ്ധയില്ല, പ്രൻഹിതയുണ്ട്, മഞ്ജീര. ഇപ്പൊ വംശധാരയോ? വംശധാര ഈസ്റ്റേൺ ഘാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് റിവർ ആണ്, അത് വരില്ല. പെന്നാറും ഒരു ഇൻഡിപെൻഡന്റ് റിവറാണ്. നമ്മൾ പെന്നാർ സെപ്പറേറ്റ് ആണ് പഠിച്ചത്. പെന്നാറിലാണ് നമ്മൾ ഗന്ധികോട്ട ക്യാനിയോൺ പഠിച്ചത്. അപ്പൊ ഇത് രണ്ടും വരില്ല. ആൻസർ 2 and 3 ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗോദാവരി? ഓക്കെ, വംശധാര വരില്ല, ഇന്ദ്രാവതിയും അതുപോലെ തന്നെ പെൻഹിതയും. അപ്പൊ ഓപ്ഷൻ ഡി 2 and 3 ആണ് ആൻസർ വരിക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ റിവർ സിസ്റ്റം എന്ന ടോപ്പിക്ക് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കഴിയുന്നതും, അതായത് നമുക്ക് ഇനി ഒരു അടുത്ത സെഷൻ കിട്ടുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എടുക്കുക ഇന്റർനാഷണൽ റിവേഴ്സും ഇന്ത്യയിലെ മേജർ ലേക്സും ആണ്. പൊതുവെ പിള്ളേർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഇന്റർനാഷണൽ റിവേഴ്സും മേജർ ലേക്സും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ നേരെ പ്ലേസസ് ഇൻ ന്യൂസിലോട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മോസ്റ്റ് പ്രോബബ്ലി ഒന്നില്ലെങ്കിൽ പ്ലേസസ് ഇൻ ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിവേഴ്സ് ആൻഡ് ലേക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയുക. അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.